കഴിഞ്ഞ 3 വർഷത്തെ തനത് നികുതി വരുമാനമെടുത്താൽ അതിലും വലിയ വർധനവുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. 3 വർഷം മുൻപ് 47,000 കോടി രൂപയായിരുന്നു. 47,000-ൽ നിന്ന് ഇപ്പോൾ 81,000 കോടിയിലേക്ക് വളർന്നു. 3 വർഷക്കാലയളവിലുണ്ടായ വളർച്ചയാണ്. ആകെ തനത് വരുമാനം ഈ രീതിയിൽ നോക്കിയാൽ 55,000 കോടിയിൽ നിന്ന് 1,04,000 കോടിയായി വർദ്ധിച്ചു. ഇവിടെ കടം സാധാരണഗതിയിൽ ആഭ്യന്തര ഉൽപ്പാദനവുമായി ബന്ധിപ്പിച്ച കണക്ക് പറയാറുണ്ട്. അത് നേരത്തെ 36%, ഇപ്പോൾ 34%. ഇനിയും അത് കുറച്ച് കൊണ്ടുവരാൻ കഴിയും. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള ജില്ലാതല യോഗങ്ങൾക്ക് ഒരു പ്രതീക ഭംഗിയുണ്ട്. ഒരു അധിനിവേശ സേനയോട് കയ്യിൽ കിട്ടിയ ആയുധങ്ങളെടുത്ത് പോരാടുന്ന ഒരു പ്രാദേശിക സേനയെ ഓർമ്മിപ്പിക്കുന്നു ഈ മന്ത്രിസഭ. 1000 നാവുള്ള നുണകളോട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ഒരു ഒറ്റ നാവിനെ ഓർമ്മിപ്പിക്കുന്നു ജില്ലാതല കൂട്ടായ്മകളിലും അതിലെ പൊതുയോഗങ്ങളിലും ജനങ്ങളോട് സംവദിക്കുന്ന മുഖ്യമന്ത്രി. പിണറായി വിജയൻ മന്ത്രിസഭ 5ാം വർഷത്തിലേക്ക് പോവുകയാണ്. കേരളം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പോവുകയാണ്. വാർത്താപത്രങ്ങളും വാർത്താ ചാനലുകളും സാമൂഹ്യ മാധ്യമങ്ങളും കണ്ടാൽ അതറിയാനുമുണ്ട്. സർക്കാരിനെതിരായ നുണകൾ ദിനംപ്രതിയല്ല, മണിക്കൂറുതോറും കളം നിറഞ്ഞാടുകയാണ്. 2 വാർത്തകൾ മാത്രം എടുത്തു കാണിക്കട്ടെ. മുഖ്യമന്ത്രി 3 BJP ഗവർണർമാരെ അത്താഴവിരുന്നിന് വിളിച്ചു എന്നും ഗവർണർമാർ ആ ക്ഷണം നിരാകരിച്ചു എന്നുമുള്ള വാർത്ത ഇന്നലെ പുറത്തു വന്നു. VD സതീശനും രമേശ് ചെന്നിത്തലയും ആ കള്ളവാർത്തയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകി. പിന്നാലെ ഗോവ രാജ്ഭവൻ തന്നെ ആ വാർത്ത നിഷേധിച്ചു. ശനിയാഴ്ച വിഴിഞ്ഞം തുറമുഖത്ത് നടന്ന ഔദ്യോഗിക അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ പങ്കെടുത്തു എന്ന കള്ളവാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. 2ാം പിണറായി സർക്കാർ പറയുന്നത് ഞങ്ങൾ നവകേരളത്തിലേക്ക് പുതുവഴികൾ തേടുകയാണ് എന്നാണ്. എങ്കിൽ ഞങ്ങൾ നുണവഴികളിലൂടെ തടയും എന്നാണ് പ്രതിപക്ഷം തെളിയിക്കുന്നത്. ഈ പ്രശ്നമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നവർ CPIM-ന് വേണ്ടി അഡ്വക്കേറ്റ് K. അനിൽകുമാർ, കോൺഗ്രസിന് വേണ്ടി അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, മാധ്യമപ്രവർത്തകനായ ജോർജ് ജോസഫ് എന്നിവരാണ്. അതിഥികൾക്ക് സ്വാഗതം. ആദ്യം തന്നെ ഞാൻ അഡ്വക്കേറ്റ് അനിൽകുമാറിലേക്ക് വരികയാണ്. അനിൽകുമാർ, നമ്മൾ സംഭവങ്ങൾ വെച്ചാണ് ഇത്തരത്തിലുള്ള വാർത്താ വിശകലനങ്ങൾ നടത്താറ്. ഇപ്പോഴിതാ ദുർവാർത്തകൾ വെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു നില കൂടി കേരളത്തിൽ വന്നിരിക്കുകയാണ്. തെറ്റായ വാർത്തകൾ എപ്പോഴും വരാറുണ്ട്. ആർക്കും എന്ന പോലെ മാധ്യമങ്ങൾക്കും തെറ്റാവരമൊന്നും ഇല്ല. പക്ഷേ തെറ്റായ വാർത്തകൾ പല മാധ്യമങ്ങളിലൂടെ ഒരേപോലെ തന്നെ പുറത്തു വരിക, അതിന് രാഷ്ട്രീയ ആധികാരിക വ്യക്തിത്വങ്ങൾ അതിന് സമ്മതി കൊടുക്കുക, അതിനേക്കാൾ ഉയർന്ന ബന്ധപ്പെട്ട തലങ്ങളിൽ നിന്ന് നിഷേധിക്കപ്പെടുക, എന്നിട്ടും ഒന്നും സംഭവിക്കാതെ മുന്നോട്ട് പോവുക, അത് ആശാസ്യമായ നിലയല്ല എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള ആദ്യത്തെ വാർത്തയിലേക്ക്, ഞാൻ പരാമർശിച്ച ആദ്യത്തെ വാർത്തയിലേക്ക് തന്നെ പോകാം. 3 ഗവർണർമാരെ, BJP ഗവർണർമാരെ
കേരളത്തിൽ നിന്നുള്ള മലയാളി ഗവർണർമാരെ മുഖ്യമന്ത്രി അത്താഴ വിരുന്നിന് വിളിച്ചു എന്നൊരു വാർത്ത. പിന്നാലെ ആ ഗവർണർമാരിൽ ഒരാളുടെ രാജ്ഭവൻ തന്നെ, ഗോവ രാജ്ഭവൻ തന്നെ അത് നിഷേധിക്കുന്നു. അതിനു മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് രംഗത്ത് വരുന്നു. ഗുരുതരമായ ആരോപണങ്ങൾ അതിനോട് ചേർത്ത് വയ്ക്കുന്നു. പക്ഷേ ഗവർണറുടെ നിഷേധത്തിന് ശേഷം ഈ പ്രതിപക്ഷ നാവുകൾ മിണ്ടുന്നേയില്ല. നമ്മൾ എന്താണ് കണ്ടത്? ഈ വാർത്ത താങ്കളും ശ്രദ്ധിച്ചിരിക്കും. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ബഹുമാനപ്പെട്ട NP ചന്ദ്രശേഖരൻ നല്ല ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഏറ്റവും ഉയർന്നു നിൽക്കുന്നയാളാണ്. അങ്ങ് തന്നെ ഇപ്പോൾ പറഞ്ഞൊരു വാക്ക് ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്നു. തെറ്റായ വാർത്തകൾ, വാർത്തയോടുള്ള അങ്ങയുടെ സ്നേഹത്തിൽ നിന്നാണ് ആ വാർത്തകൾ എന്ന പ്രയോഗം വന്നത്. സത്യത്തിൽ വാർത്തകൾ പോലും അല്ലിത്. ഇല്ലാത്തൊരു കാര്യത്തെ കെട്ടിച്ചമയ്ക്കുന്നതിന് വാർത്ത എന്ന് പ്രയോഗിക്കാനാവില്ല. അത് വ്യാജ നിർമ്മിതികൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രപതി, ഗവർണർമാർ അടക്കമുള്ളവർ ഇന്ത്യ രാജ്യത്ത് എത്ര തെറ്റായ നിലയിലാണ് സംസ്ഥാന നിയമസഭകളെ കടന്നാക്രമിച്ച് അവരുടെ അധികാരങ്ങൾ കവർന്നുകൊണ്ടിരുന്നത്. അതിനെ ചോദ്യം ചെയ്യുന്ന കേസ് 6-ാം തീയതി നമ്മുടെ സുപ്രീം കോടതിയിൽ എടുക്കാൻ പോവാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഗവർണർമാരുമായി ഒരു അത്താഴ വിരുന്നിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറാകും. എന്നാൽ പിന്നെ തമിഴ്നാട് ഗവർണറെ കൂടെ വിളിച്ചു എന്ന് വാർത്ത കൊടുത്തിരുന്നെങ്കിൽ കുറെ കൂടെ നന്നായിരുന്നു. അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു രാഷ്ട്രീയ യുദ്ധമുണ്ട്. ആ യുദ്ധം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഭരണഘടനയെ അട്ടിമറിക്കുന്നതിനെതിരാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട തലമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ധനകാര്യ വകുപ്പ് കേരളത്തിൻ്റെ അവകാശങ്ങൾ ഇല്ലാതെയാക്കുന്ന വിഷയമാണ്. അതിനെ സംബന്ധിച്ച് കേന്ദ്ര ധനകാര്യ മന്ത്രിയുമായി നമ്മളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചാൽ അത് കടലക്കറിയും പുട്ടും നയതന്ത്രം എന്ന നിലയ്ക്ക് അപമാനിക്കാൻ വേണ്ടി, ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കും. യഥാർത്ഥത്തിൽ ധനകാര്യമന്ത്രിയോട് ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ കുറേ കാര്യങ്ങളില്ലേ? ഈ ധനകാര്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കേരളയിൽ നടപ്പാക്കുന്നത് വേഗം വർദ്ധിപ്പിക്കണം, നിങ്ങൾ സ്ഥലമേറ്റെടുക്കുന്നതിലേക്ക് കടക്കണം. ഇനി ധനകാര്യമന്ത്രി കേരള മുഖ്യമന്ത്രിക്ക് കത്തെഴുതി നിങ്ങൾ മറന്നുപോയോ? ഔദ്യോഗികമായി പല കാര്യങ്ങളും പരസ്പരം സംവദിക്കും. ഒരു ചർച്ചയ്ക്ക് ബഹുമാനപ്പെട്ട KV തോമസിന് പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ഗവർണറെ കൂടെ പങ്കെടുപ്പിക്കുന്നു. തനി RSSകാരനാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളെ തന്നെ അതിൽ പങ്കെടുപ്പിക്കുന്നു. യാദൃശ്ചികമായിട്ട് ഗവർണർ അതിൽ വരികയാണ്. തലേന്നൊരു പരിപാടിക്ക് വന്ന ഗവർണറെ പിറ്റേന്ന് ഇതിലും പങ്കെടുപ്പിക്കാൻ വിളിക്കുന്നു. അപ്പോൾ അവിടെ രഹസ്യങ്ങളില്ല എന്ന് ആർക്കാ അറിയില്ലാത്തത്? അപ്പോൾ അത് സംബന്ധിച്ച് ഉണ്ടായത് എന്താണോ അത് സംബന്ധിച്ച് ആഖ്യാനം. പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ നരേന്ദ്രമോദിയുടെ കയ്യിൽ പിടിച്ച് അദ്ദേഹത്തെ ഒന്ന് സ്നേഹാഭിവാദ്യം ചെയ്യുന്നത് ചുമതലയുള്ള ഒരു മുഖ്യമന്ത്രിയുടെ കടമയാണ്. ഇപ്പോൾ 2-ാം തീയതി പ്രധാനമന്ത്രിയെ വിളിച്ചിരിക്കുകയാണ് വിഴിഞ്ഞ ഉദ്ഘാടനം ചെയ്യാൻ. ആരും നമ്മുടെ നരേന്ദ്രമോദി നിറയെ കൊട്ടക്കണക്കിന് പണം ഇവിടേക്ക് തന്നിട്ടാണോ അദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് വിളിച്ചത്? ഇന്ത്യയിലെ എല്ലാ തുറമുഖങ്ങൾക്കും കേന്ദ്രം BGF ഫണ്ട് അവരുടെ ഫണ്ടായിട്ടാണ് കൊടുത്തത്. കടമായിട്ട് കൊടുത്തിട്ടില്ല, വായ്പയായിട്ട് കൊടുത്തിട്ടില്ല. നമ്മുടേത് മാത്രമാണ് വായ്പയാക്കിയത്. എന്നിട്ട് മോദിയെ വിളിച്ചത് എന്തിനാ? അത് മോദിയുമായിട്ട് പാലം പണിയാനാണ്. ഇതാണ് കേരളത്തിലെ UDFൻ്റെ ആഖ്യാനം. UDFൻ്റെ ആഖ്യാനത്തിന് തക്കവണ്ണം ഒരു വ്യാജ നിർമ്മിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ UDFന് സഹായകരമായ ആഖ്യാനങ്ങളാണിതെല്ലാം. ഇപ്പം തന്നെ ഗവർണർമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരായി സംസ്ഥാനത്തിൻ്റെ ഫെഡറൽ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രി കൂടി പങ്കാളിയാകുന്ന ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ആ യുദ്ധത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിനെതിരെ ഫലപ്രദമായൊരു നിയമയുദ്ധത്തിൽ നമ്മൾ നിൽക്കുകയാണ്. ആ യുദ്ധം നടക്കുമ്പോൾ ഇതാ ഗവർണർമാരുമായി മേശക്കടി കൂടെ ഒത്തുതീർപ്പുണ്ടാക്കുന്നു എന്ന ആഖ്യാനം ഉണ്ടാക്കേണ്ടത് കോൺഗ്രസിനെ രാഷ്ട്രീയമായി സഹായിക്കാനാണ്. അതുകൊണ്ട് ഇത് വെറും നുണയല്ല, രാഷ്ട്രീയ നുണയാണ്. ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് രാഷ്ട്രീയത്തെ നിർവീര്യമാക്കാനുള്ള രാഷ്ട്രീയ നുണയാണ് നിർമ്മിക്കുന്നത്. അത് വാർത്ത പോലുമല്ല. എല്ലാ കാര്യങ്ങളിലും അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ വിമോചന സമരം വിജയിച്ചു. 2.25 കൊല്ലം കഴിഞ്ഞപ്പോൾ EMS സർക്കാരിനെ നെഹ്റു പിരിച്ചുവിട്ടു. പത്രപ്രവർത്തകർ EMSനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് വിമോചന സമരം ജയിച്ചത്? EMSൻ്റെ മറുപടി എന്തായിരുന്നു? നുണ പറഞ്ഞിട്ട്. ഞാൻ 1989 ജൂലൈ 1 മലയാള മനോരമയുടെ ഞായറാഴ്ചത്തെ സപ്ലിമെൻ്റ് ഇവിടെ ശ്രദ്ധപ്പെടുത്തുകയാണ്. അതിലെന്താ പറയുന്നറിയാമോ? അങ്കമാലി വെടിവെപ്പ് നടന്നു. എന്തിനാണ് വെടിവെപ്പ് നടന്നത്? പൂണാച്ചി ചാക്കു എന്ന് പറയുന്ന ഒരാളെ
പോലീസ് പിടിച്ചുകൊണ്ട് പോയി ലോക്കപ്പിലിട്ട് ഇടിച്ചു കൊന്നു അങ്കമാലിയിൽ. അവിടുത്തെ MLA യുടെ നേതൃത്വത്തിൽ ചലോ പോലീസ് സ്റ്റേഷൻ മാർച്ച്. ആ മാർച്ച് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുമ്പോൾ ഉണ്ടായ വെടിവെപ്പിലാണ് 3-4 പേര് മരിച്ചു എന്ന് പറയുന്നത്. പക്ഷെ പൂണാച്ചി ചാക്കു ആ മൂലയ്ക്ക് വെറുതെ നിപ്പുണ്ടായിരുന്നു എന്നാണ് മനോരമയുടെ സപ്ലിമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാതന്തു. ഇങ്ങനെയാണ് നുണകൾ നിർമ്മിക്കപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി, ഇടതുപക്ഷത്തിനെതിരായി. അപ്പോൾ അവിടെ ഇപ്പം തന്നെ ഏറ്റവും അവസാനം നിർമ്മിക്കപ്പെട്ടിരുന്നെന്ന് ഞാൻ പറയാം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ സേവനം കൊടുത്തിട്ടില്ല എന്ന് മൊഴി കൊടുത്തുവെന്നാണ് നുണ പറയുന്നത്. സത്യം എന്താണ്? ഞങ്ങൾക്ക് സേവനം കിട്ടിയെന്ന് കമ്പനിയുടെ ഉടമ 2023 ഇൻട്രി സെറ്റിൽമെൻറ്റ് ബോർഡിന് അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് സേവനം കിട്ടിയെന്നുള്ള കമ്പനി ഉടമയുടെ അഫിഡവിറ്റ് അവിടെ കോടതി മുമ്പാകെ രേഖാപരമായി അവർ കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ കോപ്പി വീണയുടെ പക്കലുണ്ട്, ആ കമ്പനിയുടെ പക്കലുണ്ട്. ഈ തെളിവ് കയ്യിലിരിക്കെ ഇല്ല ഞങ്ങൾ സേവനം കൊടുത്തിട്ടില്ല എന്ന് ആരെങ്കിലും പറയുമോ നമ്മുടെ നാട്ടിൽ? അപ്പോൾ എന്തിനാണത്? സേവനം കൊടുക്കാതെ പണം വാങ്ങിയ എന്തോ തെറ്റായ ഒരു കാര്യം ചെയ്തു എന്ന ഒരു ആഖ്യാനം ഇവിടെ നിർമ്മിക്കാനുള്ളത് കോൺഗ്രസിൻ്റെ അജണ്ടയാണ്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യം എന്താണ്? കള്ളപ്പണം ചുമന്നുകൊണ്ടുപോയ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തെക്കുറിച്ചോ ചെന്നിത്തലയുടെ കാര്യത്തെക്കുറിച്ചോ കുഞ്ഞാലിക്കുട്ടിയുടെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ കാര്യത്തെക്കുറിച്ചോ ആ കരിമണൽ കമ്പനിയുടെ കേസിൽ ചർച്ചയ്ക്ക് പോകരുത്. ആ കമ്പനിക്ക് കരിമണൽ വാരാൻ അനുവാദം കൊടുത്ത ആന്റണിയുടെ പങ്കിനെക്കുറിച്ച് ചർച്ച ചെയ്യരുത്. എല്ലാ ചർച്ചകളും ഇതിൽ ഒതുങ്ങി നിൽക്കണം. എന്നാൽ ഇതിൽ ഒതുങ്ങി നിൽക്കണം അവർ ആഗ്രഹിച്ചാലും നിൽക്കാത്തതിന് കാരണം എന്താണ്? കേരള സർക്കാരിന് ബന്ധമില്ല എന്ന് കോടതി വിധിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കാർക്കും അത്തരം ഒരു കാര്യത്തിലും ചർച്ചയില്ല. അതുകൊണ്ടാണ് പറയുന്നത് വിവിധങ്ങളായ നുണകൾ നിർമ്മിക്കപ്പെടുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് PK സിമി ടീച്ചറുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ട നുണ തന്നെ ആലോചിക്കും. 75 വയസ്സ് കഴിയുമ്പോൾ CPMൻ്റെ ഘടകങ്ങളിൽ നിന്ന് ഒഴിവാകുന്നത് സ്വാഭാവികമാണ്. അത് ഇന്ത്യയിൽ എല്ലാവർക്കും ബാധകമാണ്. എക്സംഷൻ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? തീരുമാനിച്ചപ്പോൾ ബഹുമാനപ്പെട്ട PK ശ്രീമതി ടീച്ചർ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ മഹിളാ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാൻ, അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണ്. ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് നമ്മുടെ രാജ്യത്തെ ഏത് സംസ്ഥാന കമ്മിറ്റിയിലാണ്, ഏത് സംസ്ഥാന ഘടകത്തിലാണ് പങ്കെടുക്കാൻ നിയമപരമായി ഭരണഘടനാപരമായി തടസ്സമുള്ളത്? ആരെങ്കിലും വിലക്കാനാകുമോ? പക്ഷേ നമ്മളൊരു കമ്മിറ്റിയിൽ പോകുമ്പോൾ കമ്മിറ്റിക്ക് സംഘടനാപരമായൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ആ ചുമതല ഏൽപ്പെട്ട കാര്യങ്ങൾക്കുള്ള കമ്മിറ്റികളിലെല്ലാം പങ്കെടുക്കാവുന്നതാണ്. അത് ആ കമ്മിറ്റിയിൽ തീരുമാനമുണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ ഭാഗമായി തുടർ നടപടി ഉണ്ടാകുന്നതാണ്. ഇതിനെ വെച്ചിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കർക്കശക്കാരനായ ഒറ്റയാൾ നേതാവ്, അദ്ദേഹം ബാക്കിയുള്ളവരെയെല്ലാം വീറ്റോ ചെയ്യാൻ അധികാരമുള്ളയാളാണ്, വേറൊരാളും തിരുവായ്ക്ക് എതിർവായില്ലാതെ ചോദിക്കത്തില്ല എന്ന ഒരു ആഖ്യാനം അദ്ദേഹത്തിൻ്റെ മേലെ കെട്ടിവെച്ചിട്ട് ഇദ്ദേഹം എന്തോ ക്രൂരമായി പെരുമാറിയിരിക്കുന്നു. മുമ്പ് ശൈല ടീച്ചറുടെ പോലെ ക്രൂരമായി പെരുമാറിയെന്നൊരു നുണ നിർമ്മിച്ചതുപോലെ ശ്രീമതി ടീച്ചർക്കെതിരായിട്ടും ഒരു നുണ നിർമ്മിക്കുകയാണ്. എന്നിട്ട് എന്ത് വേണം? ഈ മുഖ്യമന്ത്രിക്കെതിരായി സ്ത്രീകൾക്കിടയിൽ ഒരു വികാരം സൃഷ്ടിക്കാമോ? ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സംഘടനാ നേതാക്കന്മാർക്ക് അവരെ മാറ്റി നിർത്തുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് ഈ മുഖ്യമന്ത്രിയെ ചിത്രീകരിക്കാമോ? സത്യത്തിൽ ഇന്ത്യ രാജ്യത്ത് നവകേരളത്തിൽ സ്ത്രീ പദവി ഉയർന്നിരിക്കുന്നു. കുടുംബശ്രീ വന്ന ശേഷം ഈ 9 കൊല്ലക്കാലത്തെ പ്രവർത്തന ഫലമായി നാട്ടിലെ ഏത് സ്ത്രീകളോട് ചോദിച്ചാലും പിണറായി വിജയൻ സർക്കാർ വന്നേ പിന്നെ സ്ത്രീ പദവി ഉയർന്നു. അങ്ങനെ സ്ത്രീ പദവി ഉയർത്താൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കും സ്ത്രീ പദവി ഉയർത്താൻ നിൽക്കുന്ന മുഖ്യമന്ത്രിയെ മറ്റൊരു തരത്തിൽ ഒരു വ്യാജ ബിംബ നിർമ്മിതിക്ക് വേണ്ടിയാണ് ഇത്തരം വ്യാജ വാർത്തകൾ നിർമ്മിക്കപ്പെടുന്നത്. ഈ വാർത്തകളെല്ലാം സംഭവങ്ങളുടെ നിർമ്മിതിയല്ല, രാഷ്ട്രീയത്തിൻ്റെ ബദലാഖ്യാനങ്ങളുടെ നിർമ്മിതിയാണ്. കനകോലു ആണെങ്കിൽ കനകോലു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ UDFൻ്റെ കുതന്ത്രത്തിൻ്റെ ഭാഗമായി നിർമ്മിക്കപ്പെടുന്ന രാഷ്ട്രീയ നുണകളാണിതെല്ലാം. ഇതൊന്നും വീണ് കിട്ടുന്ന കാര്യങ്ങളല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അനിൽകുമാർ, തിരിച്ചു വരാം. കോൺഗ്രസിൻ്റെ പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് സംസാരിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ അദ്ദേഹവുമായുള്ള ബന്ധത്തിൽ എന്തോ തകരാർ സംഭവിച്ചിരിക്കുന്നു, ക്ഷമിക്കുക. ഞാൻ ജോർജ് ജോസഫിലേക്ക് പോവുകയാണ്. ജോർജ് ജോസഫ്, മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും എന്നപോലെ തെറ്റുകൾ പറ്റാം. അങ്ങനെ പറ്റുന്ന തെറ്റുകൾ നമ്മൾ അതിന് ഒരു പരിധി അനുവദിച്ചിട്ടുമുണ്ട്. തെറ്റുകൾ സംഭവിക്കാവുന്നതിൻ്റെ ഒരു പരിധി, അതിൻ്റെ അപ്പുറത്തേക്ക് മാധ്യമ വാർത്തകൾ ഇക്കാലത്ത് പോകുന്നുണ്ടോ? താങ്കളൊരു പരിണതപ്രജ്ഞനായ മാധ്യമപ്രവർത്തകനാണ്, ആ നിലയ്ക്ക് പറയണം. ഒപ്പം തന്നെ ആ തെറ്റുകൾക്ക് രാഷ്ട്രീയ സമ്മതി സമുന്നതരായ നേതാക്കൾ, ഒന്നാം കിട നേതാക്കൾ നൽകുന്നത് ശരിയാണോ? ആ വാർത്തകൾ തെറ്റാണ് എന്ന് ബന്ധപ്പെട്ടവർ തന്നെ
പറഞ്ഞാൽ ഇവിടെ ഇതാ ഗോവ ഗവർണർ അദ്ദേഹത്തിൻ്റെ രാജ്ഭവൻ പത്രക്കുറിപ്പ് തന്നെ ഇറക്കിയിരിക്കുന്നു. എന്നിട്ടും അത് UDF നേതാക്കൾ അത് പറ്റിയത് കിട്ടിയ വിവരം അനുസരിച്ച് പ്രതികരിച്ച് പോയതാണ്, അതിൽ കാര്യമില്ല എന്ന് പറയാൻ തയ്യാറാവുന്നില്ല. നമ്മൾ നുണകളുടെ ഒരു പെരുമഴക്കാലത്തേക്കാണോ പോകുന്നത്? കേരളം നവകേരളത്തിലേക്ക് പോകുമ്പോൾ നവകേരളത്തിന് ചേർന്ന ഭീകരമായ നുണകൾ നമ്മുടെ ഇടംപാടും വലമ്പാടും മുകളിലും ഒക്കെ ഉണ്ടാകുമോ എന്ന ഒരു ഭീതിയോടെയാണ് ഞാൻ ഈ പ്രശ്നം ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് താങ്കളുടെ മുന്നിൽ വയ്ക്കുന്നത്. ജോർജ് ജോസഫ്. ശ്രീ ചന്ദ്രശേഖരൻ വളരെ പ്രധാനപ്പെട്ടതും വളരെ വാലിഡുമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ ചർച്ചയുടെ ആമുഖമായിട്ട് താങ്കൾ ഉയർത്തിയത്. അതിലെനിക്ക് വളരെ സന്തോഷം തോന്നുന്ന കാര്യമാണ്. ഇതിൽ എനിക്ക് ആമുഖമായിട്ട് ശ്രീ ചന്ദ്രശേഖരൻ പറഞ്ഞ രണ്ടാമത്തെ ഉദാഹരണമാണ് ഞാനൊന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ രണ്ടാമത്തെ ഉദാഹരണം പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഉദ്ഘാടനം 2-ാം തീയതി മുന്നൊരുക്കങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി അല്ല അപ്പോൾ ആ മുന്നൊരുക്കം നടക്കുന്നത് പരിശോധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അവിടെ പോകുന്ന കാര്യത്തെയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബം അതിൻ്റെ അവലോകന യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ചത്. അപ്പോൾ അവിടെ രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഞാനൊന്ന് വ്യക്തമാക്കി തരാം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ ശ്രീ ചന്ദ്രശേഖരൻ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അദ്ദേഹം കുടുംബസമേതമാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉഷ വാൻസും 2 മക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ വാർത്ത അവതരിപ്പിക്കുന്ന രീതി എങ്ങനെയാണ്? ആ വാർത്ത അവതരിപ്പിച്ചത് JD വാൻസിൻ്റെ മക്കൾ ഇന്ത്യൻ സ്റ്റൈലിൽ കുർത്തയും പൈജാമയും ധരിച്ചിരിക്കുന്നു, ഇന്ത്യൻ സ്റ്റൈലിലുള്ള വേഷമാണ് മകൾ ധരിച്ചിരുന്നത്. അപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തോടുമൊക്കെയുള്ള വലിയ ആഭിമുഖ്യം ഉഷ വാൻസും JD വാൻസും പ്രകടമാക്കുന്നു എന്നുള്ളൊരു മനോഹരമായ ഒരു ചിത്രീകരണം. പണ്ട് ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ വരുമ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ അവരുടെ സാരിയെക്കുറിച്ചൊക്കെ ചിത്രീകരിക്കുന്നൊരു രീതി ചന്ദ്രശേഖരനെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മനോരമയ്ക്കുണ്ടായിരുന്നു. മഞ്ഞ സാരിയിൽ കസവ് ബോർഡർ അണിഞ്ഞ മനോഹരമായ സാരി ധരിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു 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 വിശദീകരണവും ഇതൊക്കെ ഉണ്ടായിരുന്നു, അലങ്കാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ അതാണ് ചെയ്തത്. അതുകൂടാതെ തന്നെ പല നമുക്ക് ടെലിവിഷൻ ചാനലിൽ നമ്മൾ കാണുന്നത് JD വാൻസ് പ്രധാനമന്ത്രിയെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ കൂടെയുണ്ട്. ആ മക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേർത്ത് പിടിക്കുന്നതും മയിൽപ്പീലി സമ്മാനിക്കുന്നതുമൊക്കെ, എന്നിട്ട് ആ കുട്ടികൾ മയിൽപ്പീലി കൗതുകത്തോടെ നോക്കുന്നതുമൊക്കെ വലിയ മനോഹരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള വലിയ സംഭവങ്ങളായി, അതൊക്കെ വലിയ നേട്ടങ്ങളായി അങ്ങോട്ട് ചിത്രീകരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അതേ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഒപ്പം മുഖ്യമന്ത്രി ഇത് പരിശോധിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരുപക്ഷെ പോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ കാണാൻ താല്പര്യം ഉണ്ടാകാം, അതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ കൂട്ടി എന്ന് വിചാരിക്കാം. പക്ഷേ ഒരു കാര്യം എന്താണ്, ഇന്ന് ലോകമെമ്പാടും മാധ്യമപ്രവർത്തകർ എന്തു മനസ്സിലാക്കിയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ലോകമെമ്പാടും എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫാമിലിയെ ഇത്തരം കാര്യങ്ങൾക്ക് കൂടെ കൊണ്ടുപോവുകയും അവരുടെ കാര്യങ്ങൾ കുട്ടികളൊക്കെ പോകുന്നൊരു സ്ഥിതിവിശേഷവും കാര്യങ്ങളുമൊക്കെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. പണ്ടത്തെ ഒരു കാലമല്ല. വ്യക്തിപരമായ തങ്ങളുടെ ചേർത്ത് പിടിക്കുന്ന കുടുംബവും മറ്റു ആളുകളും ഒക്കെ ഇത്തരം യാത്രകളിൽ സംബന്ധിക്കാറുണ്ട്. പക്ഷേ ആരെങ്കിലും പറഞ്ഞോ JD വാൻസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി വാണിജ്യ ബന്ധത്തെക്കുറിച്ചുള്ള ഇന്ത്യ ഉണ്ടാക്കാൻ പോകുന്ന കരാറിനെക്കുറിച്ചുള്ള പ്രാരംഭ തലത്തിലുള്ള ചർച്ചകളൊക്കെയാണ് ഡൽഹിയിൽ അന്ന് നടന്നത്. ആ ചർച്ചകളിൽ എപ്പോഴെങ്കിലും ഉഷ വാൻസും മക്കളും വരുന്നതായിട്ട് ആരും പറഞ്ഞില്ലല്ലോ. അതെന്താണ് അങ്ങനെ പറയാതിരുന്നത്? അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രിയുടെ ഭാര്യയും കൊച്ചുമകനും ഒക്കെ ഈ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് ഇവർ കണ്ടെത്തിയത്? അപ്പോൾ അവിടെ അത് മഹാകാര്യം. അവിടെ കുടുംബത്തെ കൊണ്ടുവന്നതൊക്കെ വലിയ നമ്മുടെ സംസ്കാരത്തോട് കാണിക്കുന്ന ഒരു വിധേയത്വം, ഭയങ്കര സംഭവം. പ്രധാനമന്ത്രി ഇങ്ങനെ മയിൽപ്പീലി കൊടുക്കുന്നു, അതൊക്കെ വലിയൊരു സംഭവം. ഇവിടെ മുഖ്യമന്ത്രിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബം വന്ന് മഹാ അപരാധം.
ഇതാണ് ഈ ഡബിൾ സ്റ്റാൻഡേർഡ്. എന്തിനാണ് ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് എനിക്ക് മനസ്സിലാവില്ല. വാർത്തകളെ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെയാണോ? നമുക്ക് തലയ്ക്ക് വെളിവുള്ള ഏതൊരാൾക്കും അറിയാം, ഒരു ഔദ്യോഗികമായി നടക്കുന്നൊരു ഡിസ്കഷനിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയോ ആരും തന്നെ ഇരിക്കില്ല. പ്രധാനമന്ത്രിയോടൊപ്പം നടന്ന JD വാൻസ് നടന്ന ചർച്ചയിലും ഉഷ വാൻസും മക്കളും ഇരുന്നിട്ടുണ്ടാവില്ല. അത് ഉറപ്പായ കാര്യമാണ്. പക്ഷെ മറ്റു കാര്യങ്ങളിൽ അവർ പോകുന്നതിന്, വ്യക്തിപരമായി അവർക്ക് അതിൻ്റെ കൂടെ പോകുന്നതിനൊക്കെ എന്താണൊരു തടസ്സവും അതിൽ എന്താണൊരു കുഴപ്പവും കാണുന്നതെന്ന് മനസ്സിലാവണില്ല. ഇവരാരെങ്കിലും ഇപ്പം മുഖ്യമന്ത്രിയോടൊപ്പം ഭാര്യ പോർട്ട് സന്ദർശിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ ഔദ്യോഗികമായ മീറ്റിങ്ങിൽ ഇവരിയ്ക്കുന്നതായിട്ട് എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? എന്തെങ്കിലും ഒരു തെളിവോ ഒരു ഫോട്ടോഗ്രാഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവർ എൻ്റർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു വിഷ്വലോ എന്തെങ്കിലും ഒരു കാര്യം കാണിക്കാതെ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? അപ്പോൾ തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അതിൽ ആ കാര്യത്തിലെല്ലാം ഉള്ള കാര്യം എന്താ വെച്ചാൽ, ഇതേ കാര്യങ്ങൾ കേന്ദ്രത്തിൽ ഏതെങ്കിലും മന്ത്രിയോ BJP നേതാവോ പ്രധാനമന്ത്രിയോ ഒക്കെ ചെയ്യുമ്പോൾ അത് മഹത്തരമാണ്. അത് മഹത്തരമായ കാര്യമായിട്ട് ചിത്രീകരിച്ച് ജനങ്ങളുടെ മുമ്പ്. അപ്പോൾ ഇവരെല്ലാം പ്രൊമോട്ട് ചെയ്ത് ഇവരൊരു കൾട്ടാണ്, ഒരു ഫിഗറാണ്, ഒരു സംഭവമാണെന്ന് വരുത്തി തീർക്കാനുള്ള കൊട്ടേഷൻ, ഒരു അതിനെന്തെങ്കിലും അവർക്ക് പൈസ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് BJP പല മാധ്യമ സ്ഥാപനങ്ങളെയും പത്രങ്ങളെയൊക്കെ ഫണ്ട് ചെയ്യുന്നുണ്ടെന്ന്. എന്തായാലും നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ എന്താണ് അടിസ്ഥാനം? അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഇൽ ട്രീറ്റ്മെൻറ്റ് കാണിക്കുന്നത് എന്തിനാണ്? ഇവിടെ തിരിച്ച് വേറൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഒരാൾക്ക്, ഏതൊരു വ്യക്തിക്കും ഭാര്യയും മക്കളെയും കൊണ്ടുപോകാനുള്ള അവകാശം ഈ രാജ്യത്ത് ഏതൊരു, അത് മുഖ്യമന്ത്രി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ആ അവകാശമില്ലേ? വസന്ത്, ഇപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് ഇറങ്ങിയ ഒരുപാട് വാർത്തകളിൽ രണ്ട് വ്യാജ വാർത്തകൾ, രണ്ട് വാർത്തകൾ എന്ന് വിശേഷിപ്പിക്കരുത്, വ്യാജ നിർമ്മിതി എന്ന് പറയണമെന്ന് അനിൽകുമാർ പറയുന്നുണ്ട്. എങ്കിൽ പോലും അത് വാർത്താരൂപത്തിൽ വന്ന കള്ളമാണ് എന്നതുകൊണ്ട് കള്ളവാർത്ത എന്ന് വിളിക്കുന്നു. അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന്, 3 ഗവർണർമാരെ, ഓഫ് കോഴ്സ് അവർ BJP നേതാക്കളും കേരളത്തിൽ നിന്നുള്ളവരുമാണ്, അവരെ മുഖ്യമന്ത്രി അത്താഴ വിരുന്നിന് ക്ഷണിച്ചു എന്നൊരു വാർത്ത, അത് ഗോവ രാജ്ഭവൻ തന്നെ നിഷേധിച്ചു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ വിഴിഞ്ഞം തുറമുഖ സന്ദർശന വേളയിൽ അവിടെ നടന്ന അവലോകന യോഗത്തിൽ സന്നിഹിതരായിരുന്നു എന്നൊരു വാർത്ത. ഈ വാർത്ത കൊടുക്കുകയും അതേക്കുറിച്ച് ചർച്ചകൾ നടക്കുകയും ചെയ്യുകയാണ്. ഇത് മാധ്യമങ്ങൾക്ക് തെറ്റാറുണ്ട്. തെറ്റായ വാർത്തകൾ മുഖ്യവാർത്തയായി വയ്ക്കുകയും അതിൽ തിരുത്തലുകൾ വന്നാൽ പോലും ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയും അതിന് നേതാക്കൾ പോലും അതിനോട് ചേർന്നുള്ള അഭിപ്രായങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നൊരു തലത്തിലേക്ക് കേരളം പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ചർച്ച ചെയ്യുന്നത്. ഈ 2 വാർത്തകളെക്കുറിച്ച്, ഗവർണർമാരെ അത്താഴ വിരുന്നിന് വിളിച്ചു എന്ന വാർത്തയെക്കുറിച്ച്, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അവലോകന യോഗത്തിൽ പങ്കെടുത്തു എന്ന വാർത്തയെക്കുറിച്ച് വസന്തിന് എന്ത് പറയാനുണ്ട്? NBC അതിനുത്തരം പറയുമ്പോൾ തന്നെ വളരെ കൃത്യമായി എനിക്ക് മുമ്പ് സംസാരിച്ച 2 പേരും, ഒന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാറും, 2 മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം പറയുന്ന ശ്രീ ജോർജ് ജോസഫും, അല്ലെ? അവർ 2 പേരും പറഞ്ഞ വാദങ്ങൾക്ക് മറുവാദം പറയാനുണ്ട്. ഒന്ന്, ജോർജ് ജോസഫ് പറഞ്ഞ എന്താണ്, ഉഷ വാൻസ്, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ വൈസ് പ്രസിഡന്റിന്റെ ഭാര്യ JD വാൻസിന്റെ സഹധർമ്മിണി ഉഷ വാൻസ് വന്നതുമായി ബന്ധപ്പെട്ടാണ്. ശ്രീ ജോർജ് ജോസഫ് എന്നെക്കാൾ വലിയ സീനിയർ ആണ്. അദ്ദേഹം ശ്രീ NBCക്ക് ഒപ്പം തന്നെ മാധ്യമപ്രവർത്തന രംഗത്ത് പരിചയമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് അറിയാത്തതല്ല, പക്ഷെ അദ്ദേഹം മറച്ചു വെക്കുന്നതാണ്. സെക്കൻഡ് ലേഡി ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണലി ഡിഫൈൻഡ് പൊസിഷനാണ്. എന്താണത്? സെക്കൻഡ് ലേഡി ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഫസ്റ്റ് ലേഡി എന്ന് പറയുന്നത് പോലെ തന്നെ സെക്കൻഡ് ലേഡി ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അങ്ങേക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇപ്പോൾ കിട്ടാവുന്നതേ ഉള്ളൂ. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണലി ഡിഫൈൻഡ് പോസ്റ്റ് ആണ്. അത് പേയബിൾ പോസ്റ്റ് അല്ല, അത് ഒരു ക്യാബിനറ്റ് റാങ്ക് അല്ല, പക്ഷെ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണലി ഡിഫൈൻഡ് പോസ്റ്റ് ആണ്. ആ പോസ്റ്റിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭരണഘടന പറയുന്നത് ഷീ ഷുഡ് ബി ദ ഹോസ്റ്റസ് ഓഫ് ദ പ്രോഗ്രാംസ് ഓഫ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ വൈസ് പ്രസിഡന്റിന്റെ പ്രോഗ്രാമുകൾ ഹോസ്റ്റ് ചെയ്യേണ്ടത് ഈ സെക്കൻഡ് ലേഡിയാണ്. അപ്പൊ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പരിപാടികളിൽ കോൺസ്റ്റിറ്റ്യൂഷണലി അവർക്ക് പങ്കെടുക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ അറിയാത്ത വിവരങ്ങൾ പറഞ്ഞു തരുമ്പോൾ
ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതു പ്രതിനിധി വല്ലാതെ അങ്ങ് വളുക്കിനെ ചിരിച്ചുകൊണ്ട് കാര്യമില്ല, തെറ്റ് അംഗീകരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അല്ലെങ്കിൽ അതിന് മറുവാദമുണ്ടെങ്കിൽ പറഞ്ഞാൽ നന്നാവും. ഇനി സ്വാഭാവികമായി കോൺസ്റ്റിറ്റ്യൂഷണലി ഡിഫൈൻഡ് പോസ്റ്റ് ആണോ CM-ന്റെ വൈഫ് എന്ന് പറയുന്നത് എന്നതിനെ പറ്റി വ്യക്തത വേണം. 2, ഉഷ വാൻസ് എവിടെയെങ്കിലും, ഉഷ വാൻസിന് പങ്കെടുക്കാം, ഉഷ വാൻസ് എവിടെയെങ്കിലും ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഡിപ്ലോമാറ്റിക് കരാറിൽ ഏർപ്പെടുന്നിടത്ത്, ഡിപ്ലോമാറ്റിക് മീറ്റിംഗുകൾ നടക്കുന്നിടത്ത് അനൗദ്യോഗികമായി പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ ജോർജ് ജോസഫാണ് പറയേണ്ടത്. ഇനി നിങ്ങൾ പറയുന്നത് എന്താണ്? ഇന്നലെ നടന്നത് വിഴിഞ്ഞത്തെ വളരെ ഇൻഫോർമലായ അൺഒഫീഷ്യലായ ഒരു മീറ്റിംഗ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇത്രമാത്രം വിവാദം ഉയർന്നു വരികയും പൊതുജനത്തിന് അതിലൊരു ആശങ്ക ഉണ്ടാകുകയും ചെയ്യുന്ന സമയത്ത് അതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തിയാൽ മതി. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവരെ കൊണ്ടൊരു ക്ലാരിഫിക്കേഷൻ വരുത്തിയാൽ മതി. ഇവിടെ നടന്ന മീറ്റിംഗ് ഇന്നതാണ്, അതിൽ യാതൊരുവിധ ഒഫീഷ്യാലിറ്റിയും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇനി രണ്ടാമത് ശ്രീ അനിൽകുമാറിന്റെ ഒരു വാദത്തിനുള്ള ഉത്തരം. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഈ പറയുന്ന ഗവർണർമാരെ ഈ യോഗത്തിലേക്ക് വിളിച്ചു, അവർ വരുന്നില്ല എന്ന് വാർത്തകൾ വന്നു. നിങ്ങൾ കണ്ടതാണല്ലോ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം. അവരെ പോയി കാണേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമല്ലേ, സംസ്ഥാനത്തിന്റെ ആവശ്യമല്ലേ? നയതന്ത്രപരമായി ഡിപ്ലോമാറ്റിക്കലി രാജ്യത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി സംസാരിക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? ആണ്, സംശയമൊന്നുമില്ല. സംസാരിക്കണം, അവരുമായി സംസാരിക്കണം, അവരുമായി ഡിപ്ലോമാറ്റിക് റിലേഷൻ കീപ്പപ്പ് ചെയ്യണം, അവരുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം, പറഞ്ഞു തീരുന്നില്ലെങ്കിൽ നിയമപരമായി മുമ്പോട്ട് പോകണം. പക്ഷേ അങ്ങനെയുള്ള ഒഫീഷ്യൽ മീറ്റിംഗ് മാത്രമാണ് നടന്നതെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിയമസഭയിൽ അടക്കം സഭാംഗങ്ങളുടെ അവകാശത്തിന്റെ പുറത്ത് അവർ ചോദിച്ച ചോദ്യത്തോട് അത് തൽക്കാലം പറയാൻ സൗകര്യമേ ഇല്ല എന്ന് പറയുന്നത്? അതൊരു ഒഫീഷ്യൽ മീറ്റിംഗ് ആണെങ്കിൽ ഈ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചതെങ്കിൽ അത് തുറന്നു പറയുന്നതിന് എന്താണ് പ്രശ്നം? ഇനി മൂന്നാമത് ശ്രീ NBC, ഞാൻ അക്സെപ്റ്റ് ചെയ്യാണ്, കപട വാർത്തകൾ, വ്യാജ വാർത്തകൾ ഈ സംസ്ഥാനത്ത് എല്ലാവർക്കും എതിരെ വരുന്നുണ്ട്. അല്ലെങ്കിൽ കാള പറ്റുമെന്ന് കേൾക്കുന്നതിന് മുമ്പ് കയറെടുത്ത് VR XR സ്റ്റുഡിയോ സ്പേസിൽ നിന്ന് നടമാടുന്നവരെ നമ്മൾ കാണാറില്ലേ? ഉണ്ടെന്നേ. അത് ഈ റീസെന്റ് ട്രെൻഡാണ്. അത് ജേർണലിസം ഒരു സർക്കസ് ആയി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും NBC-യും ജീവിക്കുന്നത്. NBC-യുടെ തുടക്കകാലത്തെ പോലെ അല്ല ഇപ്പോൾ. എന്താണ്? അതൊരു സർക്കസ് ആണ്, ഒരു ഗിമ്മിക്കാണ്. അങ്ങനെ ആ ഗിമ്മിക്കുമായി അവർ മുമ്പോട്ട് പോകുമ്പോൾ സർക്കാരിന് അതിൽ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ നിയമപരമായി നേരിടണം എന്ന് തന്നെയാണ് എന്റെ പക്ഷം. അത് ഏത് മാധ്യമ പ്രവർത്തനമാണെങ്കിലും ഏത് മാധ്യമ സ്ഥാപനമാണെങ്കിലും നിങ്ങളുടെ ഭാഗത്തൊരു സ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർക്കെതിരെ നിയമപരമായി മുമ്പോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാവണം. അതിന് അഡ്വക്കേറ്റ് അനിൽകുമാറിനെ പോലെയുള്ള എന്റെ സ്വന്തം കോട്ടയംകാരനായ പ്രഗത്ഭനായ അദ്ദേഹത്തെ പോലെയുള്ളവരുടെ നിയമപരിജ്ഞാനം നിങ്ങൾ ഉപകാരപ്പെടുത്തണം എന്നാണ് എന്റെ നിലപാട്. വസന്ത് മുമ്പ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച രണ്ടുപേരും ഉയർത്തിയ വാദങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. ആ മറുപടികൾ, അതിനുള്ള മറുപടി അവർ പറയട്ടെ. പക്ഷേ എൻ്റെ ചോദ്യത്തിൻ്റെ ഒരു ഭാഗം ഈ രണ്ട് വാർത്തകളും ശരിയാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ, താങ്കൾക്ക് അതിനുള്ള ഇൻഫർമേഷൻ ഉണ്ടോ എന്നായിരുന്നു. ഒന്നാമത്തെ കാര്യത്തിലേക്ക് ആദ്യം പോയിട്ട് അതിൽ താങ്കളുടെ ഒരു പ്രതികരണം എടുത്തിട്ട് രണ്ടാമത്തതിലേക്ക് വരാം ഞാൻ. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കുടുംബാംഗങ്ങൾ, കമല ടീച്ചറും മകൾ T വീണയും അവിടെ അവലോകന യോഗത്തിൽ പങ്കെടുത്തു എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? അങ്ങനൊരു വാദം, അങ്ങനെ ഒരു നിലപാട് താങ്കൾക്കുണ്ടോ വസന്ത്? അല്ല ശ്രീ NBC, അങ്ങനെ ആണെങ്കിൽ അവിടെ നടന്നത് എന്ത് യോഗമാണെന്ന് വ്യക്തത വരുത്തിയാൽ മതി. എന്ത് യോഗമാണ് നടന്നത്? അവിടെ സ്വാഭാവികമായ ഒരു റൗണ്ട് ടേബിൾ മീറ്റിംഗിന്റെ ഫോട്ടോ വെളിയിൽ വന്നിട്ടുണ്ട്. അത് അതെ, അത് വസന്തേ, അതെന്താന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയും സംഘവും അവിടെ എത്തി, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. അവിടെ വരുന്ന സന്ദർശകർക്ക് അവിടെ എന്താണ് നടക്കുന്നത്, ഇപ്പോഴത്തെ ആക്ടിവിറ്റീസ് എന്താണ് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് കാണിച്ചുകൊണ്ട് ദിവ്യ എസ് അയ്യർ അത് വിശദീകരിക്കുകയാണ്. ഇന്ന ഭാഗത്ത് ഇന്നതാണ് നടക്കുന്നത്, ഇന്ന ഭാഗത്ത് ഇന്നതാണ് നടക്കുന്നത് എന്ന് എല്ലാ അതിഥികളോടുമായിട്ട് പറയുകയാണ്. അതിഥികളെ നിർത്തിയിട്ടല്ലല്ലോ ഇത് പറയുക, ഒരു പ്രസൻറ്റേഷൻ അല്ലേ. അവിടെ ഇരുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞങ്ങളുടെ മഹത്വം കൊണ്ടല്ല, അത് ഏതാണ്ട് ലൈവായിട്ട് തന്നെ അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു. അത് ആരോ പറയുന്നത് കേട്ടു, എന്താണെന്ന് മനസ്സിലാക്കാതെ ഇത് അവിടെ അന്വേഷിക്കേ, അവർക്ക് പറയാം. ചുമതലപ്പെട്ട IAS ഉദ്യോഗസ്ഥയ്ക്ക് പറഞ്ഞുകൂടെ, ചുമതലപ്പെട്ട സർക്കാരിന് പറഞ്ഞുകൂടെ? ആ ദൃശ്യം കാണുമ്പോഴേക്കും അതൊരു ഔദ്യോഗിക യോഗമാണ് എന്ന് ധരിച്ച് വാർത്ത ജനങ്ങൾക്ക് കൊടുക്കും മുമ്പ്
അതേക്കുറിച്ച് ചർച്ചകൾ നടത്തും മുമ്പ് ഇത് മാധ്യമപ്രവർത്തകരും അന്വേഷിക്കണ്ടേ? അതിൽ കയറി അഭിപ്രായം പറയുന്ന രാഷ്ട്രീയക്കാർ നിരീക്ഷകരായിട്ടും ചർച്ചയിൽ പങ്കെടുത്തും അവരും കൂടി അത് അന്വേഷിക്കണ്ടേ എന്നാണ്. ആ വാർത്ത ഇത്തരത്തിൽ ഒരു അബദ്ധ വാർത്തയാണ്. അവിടെ ഒരു അവലോകന യോഗമല്ല നടന്നത്, ഇത്തരത്തിലുള്ളൊരു ബ്രീഫിംഗാണ് നടന്നത്. ഇത് ഞാൻ താങ്കളുടെ അറിവിലേക്കും ജനങ്ങളുടെ അറിവിലേക്കും വേണ്ടി പറയുകയാണ്. NPC ഈ ചിത്രത്തിൽ ഒരിടത്തു പോലും വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽസ് അല്ലാതെ വെളിയിൽ നിന്നുള്ള ഒരു ഗസ്റ്റ് പോലും ഇല്ല. അപ്പൊ സ്വാഭാവികമായും ഒന്നെങ്കിൽ അതൊരു VVIP മീറ്റിംഗ് ആണ് എന്നത് അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ VVIPകൾ PCR ദയവായി ആ വിഷ്വൽ കാണിച്ചോളൂ. അത് വിഴിഞ്ഞം പോർട്ടിന് പുറത്തുള്ള ഞാനറിയുന്ന ഒരാളുടെ പേര് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അങ്ങനെയുള്ള ആ സംഘം, മുഖ്യമന്ത്രിയുടെ സംഘം, അത് ചിത്രീകരിച്ച മുഖ്യമന്ത്രിയുടെ അങ്ങ് കാണിക്കണ്ട, ഇത് ഇപ്പുറത്ത് കാണിക്കുന്നുണ്ട്, വലുതായി കാണിക്കുന്നുണ്ട്. അതിലുള്ളത് ശിവൻകുട്ടിയുണ്ട്, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അതിൽ ആ സന്ദർശകർക്ക് നാളെ ആര് സന്ദർശകരെ അനുവദിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ സന്ദർശകർക്ക് കാണിക്കാനുള്ളതാണ്. അത് അതിൻ്റെ ചുമതലക്കാരിയായ ദിവ്യ എസ് അയ്യർ തന്നെ വന്ന് വിശദീകരിക്കുമോ എന്നത് മറ്റൊരു കാര്യം. കണ്ടോ, അവർ ആ വിഷ്വൽ കാണിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അവിടെയുള്ള അവിടേക്ക് അതിഥികളായിട്ട് എത്തിയ അത് കാണാൻ പോകുന്നവർക്കുള്ള വിവരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കേവലമായൊരു വിവരം മനസ്സിലാക്കിയിട്ട് വേണ്ടേ അതേക്കുറിച്ച് സംസാരിക്കാൻ? അതേക്കുറിച്ച് ഇന്ന് നടന്ന ചർച്ചകളിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ പോലും പങ്കെടുത്ത് ആ വാർത്ത ശരിയാണ് എന്ന് വിശ്വസിച്ചും അങ്ങനെ ആവർത്തിച്ചും അതിൽ ആത്മരോഷം കൊള്ളുന്നുണ്ടായിരുന്നു. ശ്രീ NPC, ഞങ്ങളൊക്കെ സാധാരണ ഇതുവരെ നടന്ന ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട എവിടം വരെ ഊഹങ്ങൾ വിട് ഇപ്പൊ ഇത് പറഞ്ഞല്ലോ. ഇത് തെറ്റാണെങ്കിൽ താങ്കൾ അന്വേഷിച്ചിട്ട് പിന്നീട് കൂട്ടിച്ചേർക്കുക. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തതിലേക്ക് പോകാം. ഗവർണർ ഇത് പറയാനുണ്ട്, പറയൂ. അല്ലല്ല ശ്രീ NPC, ഞാൻ പറഞ്ഞത് ഞങ്ങളൊക്കെ സാധാരണ ഒരു പ്രൊജക്ട് നടക്കുമ്പോൾ ആ പ്രൊജക്ടിന്റെ സ്റ്റാറ്റസ് കോ എന്താണ്, അവിടെ എന്തൊക്കെ പ്രൊജക്റ്റിൽ ഡെവലപ്മെന്റ് ഉണ്ടായി എന്നതിനെ പറ്റി ആ പ്രൊജക്ടിന്റെ കോർഡിനേറ്റിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ പിന്നീട് മന്ത്രിസഭയോടോ അല്ലെങ്കിൽ മന്ത്രിയോടോ വിശദീകരിക്കുന്നതിനെയാണ് ഞങ്ങളൊക്കെ അവലോകന യോഗം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അത് തന്നെയാണ് നടന്നത്. വെളിയിൽ നിന്ന് ഒരാൾ പോലും ഇല്ല എന്ന് ഞാൻ പറഞ്ഞത്. വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്യോഗസ്ഥരും മന്ത്രിസഭയിൽ നിന്നുള്ള അംഗങ്ങളും അല്ലാതെ വെളിയിൽ നിന്നുള്ളത് മുഖ്യമന്ത്രിയുടെ കുടുംബമാണ്. എനിക്കോ NPCക്കോ അഡ്വക്കേറ്റ് അനിൽകുമാറിനോ ഇതേ കാര്യങ്ങൾ അവിടെ സാധ്യമാകുമെങ്കിൽ ഞാൻ നാളെ പോകാൻ തയ്യാറാണ്. ഈ പറയുന്ന IAS ഉദ്യോഗസ്ഥരെ കൊണ്ട് എനിക്ക് കൂടി ഈ ഒരു അവലോകന സംവിധാനം ഒന്ന് കാണിച്ചു തരാൻ സാധിക്കും. അല്ല, അവിടുത്തെ PR ഞാനല്ലല്ലോ, എനിക്കത് പറയാൻ കഴിയില്ല. അതങ്ങ് അന്വേഷിക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ, അത് ശനിയാഴ്ചയായിരുന്നല്ലോ സംഭവിച്ചത്, അന്ന് തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പദ്ധതി മെയ് 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നതിൻ്റെ മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറമുഖം സന്ദർശിച്ചു. മന്ത്രിമാരായ VN വാസവൻ, V ശിവൻകുട്ടി, മേയർ ആര്യ രാജേന്ദ്രൻ, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S അയ്യർ, അദാനി വിഴിഞ്ഞം പോർട്ട് CEO പ്രദീപ് ജയരാമൻ എന്നിവർ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സ്വീകരിച്ചു. അതൊരു രഹസ്യമായിരുന്നില്ല, അത് ഇന്നലെ വാർത്താക്കുറിപ്പായിട്ട് തന്നെ ഇറക്കിയിട്ടുള്ളതാണ്. ഇതാണ് വസ്തുത. അതിരിക്കട്ടെ. ഇതിൽ താങ്കളിപ്പോൾ അഭിപ്രായങ്ങൾ പറഞ്ഞല്ലോ. അനിൽകുമാർ, ഞാനൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അന്വേഷിച്ചപ്പോൾ എനിക്കിതാണ് മനസ്സിലായത്. അവിടെ ആ തുറമുഖത്തിൻ്റെ എന്താണ് നിങ്ങൾ കാണാൻ പോകുന്നത്? കഥ അറിയാതെ ആട്ടം കാണരുതല്ലോ എന്ന് വിചാരിച്ച് വിദഗ്ധരല്ലല്ലോ ചെല്ലുന്നത്. അവർ പുറത്തുനിന്നുള്ള ആളുകളാണ്, മന്ത്രിമാരാണ്, ജനപ്രതിനിധികളാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളും ഉണ്ട്. അവരോട് ഇന്നതൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്ന് അതിൻ്റെ CEO വിശദീകരിച്ച് കൊടുക്കുന്ന അതിൻ്റെ ചുമതലയുള്ള ദിവ്യ S അയ്യർ വിശദീകരിച്ച് കൊടുക്കുന്ന ഒരു ദൃശ്യമാണത്. അതൊരു അവലോകന യോഗവുമായിരുന്നില്ല, അത് മിനിറ്റ്സ് ചെയ്യപ്പെടുന്ന എന്തെങ്കിലും ആയിരുന്നില്ല. ഇതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഇത് കണ്ട് എവിടെ നിന്നോ കിട്ടിയ വിവരം വെച്ച് ഇങ്ങനെ പോയി അത് വെച്ച് കത്തിയും കരിയും ഒക്കെ കെട്ടി ആടുന്നവരെ കുറിച്ചാണ് ചോദ്യം. അങ്ങ് ഇത് അന്വേഷിച്ചിരുന്നോ? ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നോ? അനിൽകുമാറിന് എന്ത് കൂട്ടിച്ചേർക്കാനുണ്ട്? ഞാൻ ഒരു തരത്തിലും അന്വേഷണം നടത്തിയില്ല. കാരണം ഒറ്റ നോട്ടത്തിൽ എന്താ നടന്നതെന്ന് കാര്യം മനസ്സിലാവും. സംശയമൊന്നും വേണ്ട. മെയ് മാസം 2-ാം തീയതി ഒരു പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന പോർട്ടിൽ മുഖ്യമന്ത്രി വന്ന് എന്ത് അവലോകന യോഗം നടത്താനാണ്? പോർട്ടായെന്നാണോ?
പോർട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 6 മാസം മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മോദിയുടെ സമയം നോക്കിയല്ലേ ഉദ്ഘാടനം നീണ്ടുപോയത്. ഇതിൻ്റെ ഇടയ്ക്ക് എത്ര കപ്പൽ വന്നു? ആ കപ്പൽ വന്നതിൽ നിന്നും എത്ര കോടി രൂപ കേരളത്തിന് കിട്ടി? എത്ര കോടി കേരളത്തിന് നികുതിയായിട്ട് കിട്ടി? ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കരാറുണ്ടായല്ലോ. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കരാർ പൊളിച്ചെഴുതിയല്ലോ. അതുപ്രകാരം 2034 മറ്റോ തീരേണ്ട തുറമുഖത്തിൻ്റെ അടുത്ത ഘട്ട വികസനം 2028 തീരുകയാണ്. അതിന് അദാനി ഗ്രൂപ്പ് 10,000 കോടി രൂപ അടിയന്തരമായിട്ട് ഇവിടെ മുടക്കുകയാണ്. ഇതിനിടയ്ക്ക് BGF-മായി ബന്ധപ്പെട്ട് വന്ന വിഷയത്തിനകത്ത് കേരള സംസ്ഥാന സർക്കാർ അതിനകത്തൊരു കരാർ ഒപ്പിടുകയും ചെയ്തു കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട്. ഇതെല്ലാം ഈ അവലോകനത്തിൻ്റെ ഭാഗമായി നടന്നതല്ലേ. അവിടെ K. സുധാകരൻ വിമോചന സമരം പ്രഖ്യാപിച്ചെടുത്ത്, VD സതീശൻ അതിനെതിരായി വലിയ യുദ്ധം പ്രഖ്യാപിച്ചെടുത്ത്, പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ എത്രയോ അവലോകന യോഗം നടത്തിയിട്ടാണ് ഇത് ഇത്രയും ആക്കിയത്. അന്ന് അവലോകന യോഗം നടത്തിയപ്പോൾ ഒരാൾക്കും തർക്കമില്ലായിരുന്നു. ഈ അവലോകന യോഗം എന്ന് പറഞ്ഞാൽ അതിൽ ആരാ പങ്കെടുക്കേണ്ടത്? ആദ്യം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഏത് അവലോകനത്തിലും നമ്പർ 1 ചീഫ് സെക്രട്ടറിയാണ്. അത്രയെങ്കിലും വിവരം ഈ വാർത്ത കൊടുക്കുന്നവർക്കുണ്ടാകണം. അതിൽ പ്രതികരിക്കാൻ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിനുണ്ടാകണം. 2, അവലോകന യോഗത്തിൻ്റെ 2ാമത്തെ പോയിന്റ് വകുപ്പ് സെക്രട്ടറിയാണ്. ഇല്ലാതെ എന്ത് അവലോകനം? ഒരു മന്ത്രി മാത്രം അവലോകനത്തിന് വരുമോ? ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ അകത്തുണ്ടോ? അപ്പോൾ അവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നു. ആ ചടങ്ങിന് മുന്നോടിയായി മുഖ്യമന്ത്രി അവിടെ സന്ദർശിച്ചു. മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരും കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. പൊതുവിലുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി അവിടെ അതിൻ്റെ സാങ്കേതികത്വം മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്താണ് സാങ്കേതികത്വം? എങ്ങനെയാണ് ഒരു തുറമുഖം പ്രവർത്തിക്കുന്നത്? അവിടെ വരുന്ന ചരക്കുകൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ക്രെയിനുകൾ പ്രവർത്തിക്കുന്നത്? ആ ക്രെയിനുകൾ 2 തരമുണ്ട്. എങ്ങനെയാണ് കരയിലേക്ക് ഈ ചരക്കുകൾ മാറുന്നത്? എങ്ങനെയാണ് വന്ന കപ്പലിന് വളരെ വേഗം ഇത് കയറ്റിയിട്ട് തിരിച്ചു പോകാൻ പറ്റുന്നത്? എവിടെയൊക്കെയാണ് പുലിമുട്ടിപ്പോൾ ഉള്ളത്? എത്രത്തോളമാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്? അതിൻ്റെ വിഷ്വൽസ് വെച്ചിട്ട് അവരൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. അത് കാണാൻ മുഖ്യമന്ത്രി തയ്യാറായി. മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ക്ലിഫ് ഹൗസിൽ ഇവർ കാണിച്ചു കൊടുക്കും. പക്ഷെ അവിടെ സന്ദർശിച്ച് നേരിട്ട് കാര്യങ്ങൾ കാണാൻ ഇന്ന് ആധികാരികമായി ആ വിഴിഞ്ഞം തുറമുഖത്തെ യാഥാർത്ഥ്യമാക്കിയ മനുഷ്യൻ അവിടെ ചെല്ലുകയാണ്. മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ കരാറിനെ പൊളിച്ചെഴുതിയിട്ടാണ് ആ മനുഷ്യൻ അവിടെ നിൽക്കുന്നത്. ഒരു പരാതിയും കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞോ? ആ കരാറിൻ്റെ 2ാം ഘട്ടത്തിൽ പൊളിച്ചെടുത്ത് നടത്തി 2034 നിന്നും 2028 ആ പദ്ധതി പ്രവർത്തനത്തെ അഡ്വാൻസ് ചെയ്ത് കേരളത്തിന് വളരെ നേരത്തെ തന്നെ കേരളത്തിന് കിട്ടേണ്ട വരുമാനം കിട്ടാൻ കഴിയുന്ന വിധം അതിനെ പൊളിച്ചെഴുതിയ ഒരു പിണറായി വിജയനെ അഭിനന്ദിക്കണ്ടേ? അതിന് പകരം കൊതിക്കറിവും പറഞ്ഞുകൊണ്ട് കുറേ പേര് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് വാർത്തയുണ്ടാക്കാൻ കുറേ വീരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. വൈകുന്നേരം ചർച്ച ചെയ്യാൻ കുറേ ചാനലുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊന്നും ഈ ലോകത്തെ ഒരാളും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത്തരം ഒരു വാർത്തകളിലും കേരളത്തിലെ ജനങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളതല്ലേ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കെട്ടുകഥയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രചരിപ്പിച്ചിട്ട് എന്തായി? ഈന്തപ്പഴത്തിൻ്റെ കുരുവെടുത്തിട്ട് അതിൻ്റെ അകത്ത് സ്വർണം, പിന്നെ ബിരിയാണി ചെമ്പ് വേണം സ്വർണം കടത്താൻ. നമുക്ക് ഇക്കാര്യത്തിൽ ഒതുങ്ങി തന്നെ പോകാം. മുൻ ഉദാഹരണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ആയിക്കോട്ടെ, പറയൂ. ഒരു വാക്കേ ഞാൻ പറയുന്നുള്ളൂ. ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക്, ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ഒരു കൂട്ടർ സ്വർണം കടത്തി. ദുബായ് എമിറേറ്റ്സിൻ്റെ വിമാനത്തിലാണ് കടത്തിയത്. നയതന്ത്ര കാര്യാലയത്തിലേക്കാണ് സാധനം വന്നത്. അതിന് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ ഏതോ ഫയൽ കത്തിയപ്പോൾ കള്ളക്കടത്തിൻ്റെ ഫയൽ കത്തി തലസ്ഥാനം കത്തുന്നു വാർത്ത കൊടുത്തു. കള്ളക്കടത്ത് നടത്തുന്നവരെല്ലാം സെക്രട്ടേറിയറ്റ് ഫയൽ എഴുതി വെച്ചിട്ടാണോ ഈ കള്ളക്കടത്ത് നടത്തുന്നത്? ഇത്രയും തലക്കെട്ട് എഴുതിയ പത്രങ്ങൾ കേരളത്തിലുണ്ട്. തലസ്ഥാനം കത്തുന്നു, ഒരു പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ തലക്കെട്ട് ഫ്രണ്ട് പേജ് അതിലായിരുന്നില്ലേ? ഇവിടുത്തെ തുള്ളൽ എന്തായിരുന്നു? ഈ പ്രതിപക്ഷ നേതാക്കന്മാരുടെ തുള്ളൽ എന്തായിരുന്നു? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് വിചാരിച്ച് ഇവർ വിഡ്ഢിവേഷം കെട്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. കേരളത്തിലെ മനുഷ്യർ ഇവരെ വിശ്വസിക്കാത്തത് കൊണ്ടാണ് 99-ലേക്ക് LDF എത്തിയത്. ഇവർ ഈ കളി കളിക്കട്ടെ, ഈ നുണ വഴികളിൽ ഇവർ സഞ്ചരിക്കട്ടെ, നാട്ടുകാർ ഇവർക്ക് മാർക്കിട്ടിട്ടുണ്ട്. ജോർജ് ജോസഫ്, ഞാൻ താങ്കളിലേക്കും കൂടി വരികയാണ് ഈ ഘട്ടത്തിൽ. അതെ, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞത് മറ്റൊരു ഉദാഹരണം വെച്ചിട്ട് ഇത്തരത്തിൽ നേതാക്കളുടെ ജനപ്രതിനിധികളുടെ കുടുംബം പല സന്ദർശനത്തിലും കൂടെയുണ്ട് എന്നുള്ളൊരു പൊതുക്കാര്യം വെച്ചിട്ടുള്ള താങ്കളുടെ ഇതാണ് പറഞ്ഞത്. താങ്കൾ പറഞ്ഞത് അവിടെ ഈ അവലോകന യോഗത്തിൻ്റെ കാര്യം അങ്ങനെ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ ശനിയാഴ്ച മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ തന്നെ ഇക്കാര്യം പറയുന്നുണ്ട്.
ഈ വാർത്താക്കുറിപ്പ് ഈ വാർത്ത കൊടുക്കുന്ന പത്രപ്രവർത്തകരുടെ ഒക്കെ തന്നെ കയ്യിൽ എത്തിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ എത്തിയിട്ടുള്ളതാണ്, നമുക്കും കിട്ടുന്നതാണ്. ഞാൻ നേരത്തെ വായിച്ചു നിർത്തിയതിൻ്റെ ബാക്കിയുള്ളതും കൂടി വായിക്കാം. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന പ്രസൻറ്റേഷൻ ഡോക്ടർ ദിവ്യ എസ് അയ്യർ അവതരിപ്പിച്ചു. കുടുംബത്തെ സ്വീകരിച്ചു എന്ന് കഴിഞ്ഞിട്ട് പറയുന്ന സെൻറ്റൻസ് ഇതാണ്. തുറമുഖ പദ്ധതിയുടെ ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ സെൻറ്ററുകളും യാർഡും ബെർത്തും പുലിമുട്ടും സന്ദർശിച്ചു ഈ സന്ദർശകർ. ടഗ് ബോട്ടിൽ യാത്ര ചെയ്ത് തുറമുഖ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു. കണ്ടെയ്നർ നീക്കം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് മനസ്സിലാക്കി. ഈ വിഷ്വലിനോടൊപ്പം മാധ്യമപ്രവർത്തകർക്ക്, മാധ്യമങ്ങൾക്ക് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി കിട്ടിയ വാർത്താക്കുറിപ്പാണ് ജോർജ് ജോസഫ് ഞാനിവിടെ വായിച്ചത്. ഈ വാർത്താക്കുറിപ്പും ആ ദൃശ്യം മാത്രം ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടായി എന്ന് വരാം, നേരത്തെ പറഞ്ഞ പോലെ. ആ ദൃശ്യത്തെ വിശദീകരിച്ചു കൊണ്ടൊരു വാർത്താക്കുറിപ്പ് കൂടി ഉണ്ടായിരുന്നു. ആ വാർത്താക്കുറിപ്പിൽ ഈ വിവാദങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, ആ സന്ദർശനം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നു, ഇത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന പ്രസൻറ്റേഷൻ ദിവ്യ എസ് അയ്യർ അവതരിപ്പിച്ചു. അത് കേട്ടതാണ്, അത് കമല ടീച്ചറും വീണയും കേട്ടതാണ്, അല്ലെങ്കിൽ അവിടെ ഇരുന്നതാണ് മഹാപാതകമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത്. അത് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്ന അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു തുറമുഖത്തിൻ്റെ മഹാരഹസ്യങ്ങൾ അതിന് യോഗ്യത ഇല്ലാത്തവരുടെ മുമ്പിൽ വിളമ്പപ്പെട്ടതായിട്ട് അവർക്ക് കൂടി ഇത് കിട്ടിയതായിട്ട് പറയുന്നത്, അതിലൊരാളൊരു പ്രതിയാണ് എന്ന് വാദിക്കപ്പെടുന്നത്, അതിലുള്ള വികാരപ്രകടനങ്ങളും ഇളകിയാട്ടങ്ങളും ഇന്ന് മണിക്കൂറുകളോളം ചാനലുകളിൽ നടക്കാൻ ഇടവന്നത്. ജോർജ് ജോസഫ്, അങ്ങയിലെ മാധ്യമപ്രവർത്തകൻ, പരിചയസമ്പന്നനായ മാധ്യമപ്രവർത്തകൻ സംസാരിക്കട്ടെ. നമ്മുടെ മാധ്യമങ്ങളെക്കുറിച്ച്, അതിൻ്റെ രീതികളെക്കുറിച്ച്, അതിൻ്റെ മര്യാദകേടുകളെക്കുറിച്ച്. ഒരു കുടുംബത്തിൽ ജനിച്ചാൽ വേട്ടയാടപ്പെടും എന്ന നില ഉണ്ടാകുന്നതിനെക്കുറിച്ച്, അധാർമികമായി, കാര്യത്തിന് വേട്ടയാടപ്പെടണം, അധാർമികമായി. ജോർജ് ജോസഫ്. എൻ പി സി ഇപ്പോൾ ഈ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് ചിരിക്കണ്ടായിരുന്നു. ഒരു അതിനേക്കാൾ വലിയൊരു ചിരിയാണ് എനിക്ക് വരുന്നത് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. പിന്നെ നേരത്തെ ശ്രീ വസന്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് അഡ്വക്കേറ്റ് അനിൽകുമാറിനോട് പറയാണ്, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ, വാർത്തകൾ വരുമ്പോൾ ഗവൺമെൻറ്റിന് കേസ് കൊടുക്കാം പത്രങ്ങൾക്കെതിരെ. അപ്പോൾ ആമുഖമായിട്ട് NPC പറഞ്ഞ കാര്യത്തോടാണ് എനിക്ക് വരുന്നത്. കാരണം പണ്ട് പത്രങ്ങളിലാണെങ്കിൽ ദിനേന എന്ന് പറയാം, ഒരു ദിവസം പൂർണ്ണമാകുമ്പോഴാണ് ഇത്തരം ഒരു വ്യാജ വാർത്തകൾ വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നിപ്പോൾ ഈ മണിക്കൂറുകൾ തോറും അല്ലെങ്കിൽ മിനിറ്റുകൾ തോറും ഓരോ വാർത്തകൾ വരുമ്പോൾ എത്രമാത്രം അഡ്വക്കേറ്റുമാരെ വെച്ച് എത്രമാത്രം കേസുകൾ ഗവൺമെൻറ് കൊടുക്കേണ്ടതായിട്ട് വരും, എത്ര മാധ്യമപ്രവർത്തകർക്കെതിരെയും എത്ര ഓൺലൈൻ ചാനലുകൾക്കെതിരെ കേസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ കണ്ണു തുറന്നൊന്നും നോക്കണ്ടേ. പിന്നെ NPC എനിക്ക് അദ്ദേഹം പറഞ്ഞതിന് ഒരു ക്ലാരിറ്റി കൊടുക്കണ്ടേ, കാരണം നമ്മളിത് ജനങ്ങളോടാണല്ലോ ഈ കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം വലിയ കാര്യമായിട്ട് പറഞ്ഞു, US പ്രസിഡൻറ്റിൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് ലേഡി ഉണ്ട്, വൈസ് പ്രസിഡൻ്റെ കാര്യത്തിൽ സെക്കൻഡ് ലേഡി ഉണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് ലേഡി എന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രത്യേക കൺസെപ്റ്റാണ്, ഭരണഘടനാപരമായി തന്നെ ഉള്ളൊരു സംഭവമാണ് ഫസ്റ്റ് ലേഡി ഇതൊക്കെ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ അങ്ങനെ ഫസ്റ്റ് ലേഡി അല്ലെങ്കിൽ സെക്കൻഡ് ലേഡി എന്നുള്ള ഭരണഘടനാപരമായ പദവികളില്ലല്ലോ. ഉണ്ടോ? എനിക്കറിയില്ല. NPC എന്നേക്കാൾ പരിചയസമ്പന്നരായ ഒരു മാധ്യമം, എൻ്റെ അറിവ് വെച്ച് അങ്ങനെ ഫസ്റ്റ് ലേഡി എന്നുള്ള സംഭവമൊന്നും ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ എത്രയോ വിദേശ യാത്രകളിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം, ഭാര്യ, മക്കളൊക്കെ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് പോയത്? ഏത് ഭരണഘടനാ പദവി ഉപയോഗിച്ചിട്ടാണ് പോയത്? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, മനുഷ്യൻ്റെ ഒരു സംസ്കാരവും മര്യാദയൊക്കെയാണ്. NPCയെ ഞാൻ ഒരു ചടങ്ങിന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ NPC എന്നെ വിളിക്കുമ്പോൾ കുടുംബസമേതം വരണം, വൈഫിനെ കൊണ്ടുവരണം എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഒരു മര്യാദയാണ്. അത് ഭരണഘടന പറയുന്നുണ്ടോ? ഭാര്യയെ കൊണ്ടുവരാമോ? ഭരണഘടനയിൽ ഫസ്റ്റ് ലേഡി എന്ന് എഴുതിയിട്ടുണ്ടോ എന്നൊന്നും നോക്കിയിട്ടല്ല ഒരാളുടെ ഒരു കുടുംബം പോകുന്നത്. അതൊക്കെ ഇന്നത്തെ രീതി, ഇന്നത്തെ ലോകത്ത് അതൊക്കെ മാറിയ സാഹചര്യത്തിൽ അതൊക്കെ വലിയൊരു മര്യാദകളും ഒരു നമ്മുടെ ഒരു ഗസ്റ്റേഴ്സാണ്. അവിടെയാണ് മുഖ്യമന്ത്രി
അദ്ദേഹത്തിൻ്റെ ഒരു അവലോകന യോഗമല്ല എന്ന് നമുക്ക് അറിയാം. അൺഒഫീഷ്യലായിട്ട് അദ്ദേഹം അത് വിലയിരുത്താൻ പോയ സമയത്ത് അത് കാണാൻ അത് കൂടെ പോകുന്നു എന്നുള്ളതാണ്. അവിടെ ദിവ്യ എസ് ഐ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഓരോരുത്തരും NPC ആയാലും ഞാനായാലും നിരവധി പത്രസമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ കമ്പനികളുടെ പത്രസമ്മേളനങ്ങൾ നടക്കുമ്പോൾ അവർ വിഷ്വൽസ് നമ്മുടെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യും. അത് വിശദീകരിക്കുന്നത് മിക്കവാറും ടോപ്പ് ലെവലിലുള്ള ഡയറക്ടർമാരോ പലപ്പോഴും MDമാരോ ഒക്കെയാണ് അത് വിശദീകരിച്ച് നമ്മളോട് സംസാരിക്കുന്നത്. അതൊക്കെ അങ്ങനെ ചെയ്യുക എന്നുള്ളത് തന്നെ അതൊരു രീതിയാണ്. അല്ലാതെ അവിടുത്തെ ഒരു ക്ലർക്കല്ല നമ്മുടെ അടുത്ത് വന്നിട്ട് ഇത് വിശദീകരിച്ച് തരുന്നത്. അതുപോലെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അവിടുത്തെ MD തന്നെ അത് വിശദീകരിക്കുക എന്നുള്ളത് ശരിയായൊരു രീതിയാണ്. പിന്നെ നമ്മൾ നേരിട്ട് NPC ആയാലും ഞാനായാലും പാനലിലിരിക്കുന്ന ആരായാലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നേരം നടക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഒരുപക്ഷെ ജേഡ് കപ്പൽ വന്നത് നമുക്കിനി പെട്ടെന്ന് കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ ലോകത്തെ ഏതെങ്കിലും വലിയൊരു കൂറ്റൻ മദർഷിപ്പ് വന്നത് അപ്പോൾ അവിടെ ഉണ്ടാവണമെന്നില്ല. അത്തരം കാര്യങ്ങൾ നമുക്ക് വിഷ്വൽസ് വെച്ച് കാണിക്കാനേ പറ്റുള്ളൂ. ഇന്ന കാര്യങ്ങൾ വന്നിരുന്നു, അന്ന് ഈ ഷിപ്പ് ടു ഷോർ ട്രെയിൻ ഉപയോഗിച്ച് ഇങ്ങനെയാണ് സാധനങ്ങൾ ഇറക്കുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് ചെന്ന സമയത്ത് അവിടെ കയറ്റിറക്കം നടക്കണമെന്നില്ല. അപ്പോൾ അത് കാണിക്കണമെങ്കിൽ നമുക്ക് വിഷ്വൽസിലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വിഷ്വൽസ് കാണിച്ച് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് സാമാന്യ മര്യാദയല്ലേ. പിന്നെ വസന്തിനെ പോലുള്ള ആളുകൾ ഈ വാർത്ത തെറ്റാണെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ 100% ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ എങ്കിൽ പോലും വാദിക്കുകയാണ്. അത് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, നിങ്ങൾ കേസ് കൊടുക്കാൻ എന്താണ് എന്നൊക്കെ ചോദിച്ച് വാദിച്ച് അതിനെങ്ങനെയെങ്കിലും ഒരു മൈല്. എന്തിനാണ് ഈ വൃത്തികെട്ട മാധ്യമ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ കുഴലൂതിയും വക്കാലത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നത്? പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ മറ്റേ വിഷയം എന്ന് പറയുന്നത് ഗവർണർമാർക്ക് വിരുന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ കഴിയുമോ? ദേശീയ തലത്തിൽ അങ്ങനെ ഒരു വിരുന്നിൽ ഇങ്ങനെ നടന്നു വന്നിരിക്കട്ടെ, ആ വിരുന്നിനെക്കുറിച്ച് ദേശീയ തലത്തിൽ CPM-നെ പോലുള്ള പാർട്ടിക്ക് വിശദീകരണം നൽകാൻ കഴിയുമോ? ഇതപര്യന്തമുള്ള പ്രത്യയശാസ്ത്രപരമായും മറ്റ് രാഷ്ട്രീയമായ നിലപാടുകളിൽ നിന്നുള്ള വലിയ മാറ്റം. കാരണം ഗവർണർമാർക്കെതിരെ, ഗവർണറുടെ അധികാര ദുർവിനിയോഗത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേസുമായി നിൽക്കുന്ന, അതിനെതിരെ നിരന്തരം നിതാന്ത ജാഗ്രതയോടെ ഫൈറ്റ് ചെയ്യുന്നൊരു പാർട്ടി അത്തരം ആളുകളെ വിളിച്ച് ഒരു വിരുന്ന് കൊടുക്കുന്നു എന്ന് പറയുന്നതിന് ആ വാർത്തയുടെ ഒരു യുക്തി എന്ന് പറയുന്നൊരു സംഭവമില്ല. ഞാനൊക്കെ ഇത്ര കാലത്തെ പ്രവർത്തനത്തിൽ നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മൾ തന്നെ ബുദ്ധി കൊണ്ട് ഒരു വാർത്തയെ ഒന്ന് വിശകലനം ചെയ്യണ്ടേ? ഒരു വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടക്കുമോ? ഒരു യുക്തിയെങ്കിലും അവിടെ അപ്ലൈ ചെയ്യണ്ടേ? അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കിട്ടിയത് ജോർജ് ജോസഫേ, ആ യുക്തിയാണ് ഇല്ലാതെ പോകുന്നത്. ഒരു വിഷ്വൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടുന്നു. ആ വിഷ്വലിനോടൊപ്പം തന്നെ ഇത് അവിടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുന്നതാണ് എന്ന ഒരു വാക്യം ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടും അത് മനസ്സിലായില്ല എന്ന മട്ടിൽ താങ്കൾ പറഞ്ഞതാണ്, എല്ലാവർക്കും എല്ലാം ബോധ്യമുണ്ട്, പക്ഷേ ഇങ്ങനെ പറയുകയാണ്. നമ്മുടേത് അത്തരത്തിലൊരു കാലമായി മാറി. പറയൂ. അതായത് മറ്റൊന്നുമല്ല, ഇപ്പോൾ NPC വളരെ കൃത്യമായിട്ട് ആ പത്രക്കുറിപ്പ് ഇവിടെ വായിച്ചു കേൾപ്പിച്ചു. ഈ പത്രക്കുറിപ്പ് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും പോകുന്നതല്ലേ? ആ മാധ്യമ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ, നമ്മളെല്ലാവരും ഒരു പ്രസ് റിലീസ് ഇറക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഔപചാരികമായിട്ടല്ല ഏതെങ്കിലും കമ്പനിയുടെ സംഘടനയുടെയോ ഏതായാലും ആ പ്രസ് റിലീസിന് ഒരു മാന്യത കൊടുക്കുക. അതിനെ വാർത്ത കൊടുക്കുന്നവർക്കും അതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കും നമ്മുടെ നാട് അത്തരത്തിലൊരു സ്ഥലത്തെത്തിയിരിക്കുന്നു. നിങ്ങൾ എന്തിനാണ് സമരം ചെയ്തത്? ഞങ്ങള് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ഇരുന്ന ഒരു നേതാവ് പറഞ്ഞു, നിങ്ങൾ പോയിട്ട്, നിങ്ങൾക്ക് ജോലിയൊന്നുമില്ല, നിങ്ങൾ പോയിട്ട് പെട്രോൾ ഒഴിച്ച് അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ വെച്ച് ചാക് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്തു. ഞങ്ങൾ ഒരു മന്ത്രിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ആ മന്ത്രിയുടെ ജീവിത പങ്കാളി ഞങ്ങളെ അപമാനിച്ചു എന്നൊക്കെ സമയമില്ലാതെ, സ്ഥലമില്ലാതെ, തെളിവുകളില്ലാതെ വിളിച്ചു പറയാവുന്ന ഒരു തരത്തിലേക്ക്
അത് യുക്തിബോധമില്ലാതെ ആളുകൾ വിഴുങ്ങാവുന്നൊരു തലത്തിലേക്ക് നമ്മുടെ നാട് എത്തിയിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനും നാളെ വരുന്ന വാർത്തകളിലേക്ക് നിങ്ങളുടെ ജനങ്ങളുടെ ഈ യുക്തി, രാജാവ് നഗ്നനാണ് എന്ന് പറഞ്ഞ കുട്ടിയുടെ യുക്തി എല്ലാവരിലുമുണ്ട്, അത് ചേർത്ത് വെക്കാനുമാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. നമുക്കിനി ചർച്ച തീരാൻ 9 മിനിറ്റാണുള്ളത്. 3 അതിഥികളുമുണ്ട്. എല്ലാവർക്കും അതിൻ്റെ ഒരു വിഹിതം പങ്കിട്ടെടുത്ത് ഉപസംഹാരത്തിലേക്ക് പോകാം. ഞാൻ ഒരു ചോദ്യവും ചോദിക്കുന്നില്ല. വസന്ത്, ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് വേണ്ടി താങ്കൾക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? ഒന്ന്, ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ കാര്യമാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു നോക്കാം. NBC അദ്ദേഹം പറഞ്ഞത് എന്താണ്, അങ്ങനെ കേസ് കൊടുക്കാനാണെങ്കിൽ പ്രതിദിനം പ്രതി സെക്കൻഡിൽ സർക്കാർ കേസ് കൊടുത്തുകൊണ്ടിരിക്കേണ്ട എന്നുള്ളതാണ്. ഞാനൊരു എളിയ അഭിഭാഷകനാണ്. സർക്കാർ 1 രൂപ പോലും തരണ്ട. സർക്കാരിനെതിരെ വ്യാജ വാർത്ത വരുന്നതെന്ന് സർക്കാരിന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ എന്റെ ഓഫീസിൽ നിന്ന് പൂർണ്ണമായും സൗജന്യമായും സർക്കാരിന് വേണ്ടി വക്കീൽ നോട്ടീസുകൾ അയക്കാം. അങ്ങ് അതിന് തയ്യാറുണ്ടോ എന്ന് പറഞ്ഞാൽ മതി. ഇനി 2, അദ്ദേഹം പറഞ്ഞു പരസ്യ സംപ്രേഷണം ചെയ്യാൻ പാടില്ല, ഇത് വാർത്താ പരിപാടിയാണ്. അല്ല, ഞാൻ സൗജന്യമായി ചെയ്ത് കൊടുക്കാം. സൗജന്യ നിയമസഹായം സർക്കാരിന് ആവശ്യമുണ്ടെങ്കിൽ. ഇനി 2 അദ്ദേഹം പറഞ്ഞത് എന്താണ്, വ്യാജ വാർത്തകളെ നമുക്ക് അങ്ങനെ നേരിടാൻ പറ്റില്ലെന്നാണ്. മിനിഞ്ഞാതാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയായി അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു പ്രധാനപ്പെട്ട ചാനലിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ജമ്മു കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് എന്റെ സഹപ്രവർത്തകനായിട്ടുള്ള ശ്രീ രാജു പി നായരാണ്. അദ്ദേഹം പറഞ്ഞതല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആ ചാനൽ എന്തോ ഒരു മിസ്ലീഡിംഗ് ആയ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. അത് തെറ്റാവാം, ക്ലറിക്കൽ മിസ്റ്റേക്ക് ആവാം, എന്തുമാകാം. പക്ഷേ 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ആ വാർത്ത പിൻവലിച്ച് ആ ചാനൽ മാപ്പ് പറഞ്ഞു. KPCC ഔദ്യോഗികമായി ഇടപെട്ടതുകൊണ്ടാണ്. KPCCക്ക് ഭരണപക്ഷത്തല്ലാത്ത പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഒരു പാർട്ടി സംവിധാനം എന്ന നിലയിൽ അങ്ങനെ ഇടപെടാൻ സാധിച്ചിട്ടും നിങ്ങൾ പറയുന്നത് ഇത് വ്യാജ വാർത്തയാണെങ്കിൽ, ഞാൻ ആ പോയിന്റിലല്ല നിൽക്കുന്നത്, ആണെങ്കിൽ എന്നിട്ട് സർക്കാർ സംവിധാനം മുഴുവൻ ഉണ്ടായിട്ടും നിങ്ങൾക്ക് തിരുത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പരാജയമായതുകൊണ്ടാണ് എന്നത് സമ്മതിക്കേണ്ടതായി വരും എന്നുള്ളതാണ്. ജോർജ് ജോസഫ്, താങ്കളുടെ ഉപസംഹാരം. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ കാര്യത്തിൽ മാധ്യമങ്ങൾ എടുക്കുന്ന നിലപാടുകളിലെ ഒരു വിചിത്രമായ പക്ഷപാതിത്വമാണ് പ്രശ്നം. അതായത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ എന്ത് നിലപാടുകൾ എന്ത് വന്നിട്ടുണ്ടെങ്കിലും അവിടെ വിമർശിക്കുകയോ അവർക്കെതിരെ ഇപ്പോൾ ഒരു BJP നേതാവിനെ വിമർശിക്കുന്ന ഒരു വാർത്താ ചാനൽ കേരളത്തിൽ വേറെ ഉണ്ടോ? കൈരളി ഒഴിച്ചു നിർത്തിയാൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ BJPയുടെ ഒരു പ്രാദേശിക നേതാവിൻ്റെ ഒരു വാർത്തയെപ്പോലും ഖണ്ഡിച്ചുകൊണ്ട് അത് തെറ്റാണെന്നോ ഒന്ന് പറഞ്ഞു വാർത്ത കൊടുക്കാനുള്ള ധൈര്യവും നട്ടെല്ലും ഉള്ള ഒരു വാർത്താ ചാനൽ പൊതുവിൽ കേരളത്തിൽ ഇല്ലാത്ത സ്ഥിതിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആ വ്യത്യാസം കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഏത് നേതാവായാലും അദ്ദേഹം ഭാര്യയെ കൊണ്ടുപോകുന്നു, കുട്ടികളെ കൊണ്ടുപോകുന്നതൊക്കെ നല്ല കാര്യമാണ്. അതൊരു ഊഷ്മളത വർദ്ധിപ്പിക്കുന്നതിന് അതൊക്കെ അനിവാര്യമായിട്ടുള്ള ഘടകങ്ങൾ കൂടിയാണ്. പക്ഷേ എന്താണ്, JD വാൻസും ഭാര്യയും വന്നപ്പോൾ ആ കളറിനെക്കുറിച്ച്, കുർത്തയെക്കുറിച്ച്, പൈജാമയെക്കുറിച്ച്, ഇട്ട വസ്ത്രങ്ങളെക്കുറിച്ച് ഒക്കെ ഇന്ത്യൻ സ്റ്റൈല്, ഭയങ്കരമായ ഒരു ഇന്ത്യനൈസേഷൻ അതിലുണ്ടായിരിക്കുന്നു. എന്താ കുടുംബം, അയ്യോ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പുറത്ത് വരുമ്പോൾ ആ നിലപാട് മാറുകയാണ്. അവിടെ കുടുംബം പോയത് എന്തോ ഭയങ്കര ഒരു വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു, എന്തിന് കുടുംബത്തെ കൊണ്ടുപോയി എന്നുള്ള രീതിയിലാണ് ഇതെല്ലാ വാർത്തകളിലും കാണുന്നതാണ്. ആക്രമണം. കാര്യം അതിൻ്റെ NPC അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഞാൻ പലപ്പോഴും പല ലേഖനങ്ങളും ഞാൻ എഴുതിയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് അതിൻ്റെ പ്രശ്നം ഇതാണ്, മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തെ വിമർശിക്കുക, നിലവിലുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ വിമർശിക്കുക എന്നുള്ളത് അതിൻ്റെ അനിവാര്യമായൊരു ഘടകമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ആ അനിവാര്യമായ കാര്യം കേന്ദ്ര സർക്കാരിലേക്കോ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രസ്ഥാനങ്ങളിലേക്കോ മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികൾക്കെതിരെ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. ആക്രമിക്കാൻ കഴിയുന്ന ഒരു സംഭവം നടത്തിയ ഒരു മനുഷ്യന്റെ വികാരം അതിലുണ്ട്, ആ നിരീക്ഷണത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റ് അനിൽകുമാറിൻ്റെ ഉപസംഹാര സംസാരത്തിലേക്ക് പോവുകയാണ്. അനിൽകുമാർ, അനിൽകുമാറിനെ PCR നിന്ന് വീണ്ടും വിളിക്കേണ്ടതാവുന്നു. കോള് കട്ടായിട്ടുണ്ട്. അനിൽകുമാറിലേക്ക് വരാം. ഇനി ഈ ചർച്ച കൊണ്ടുപോയൊരു മനുഷ്യൻ എന്ന നിലയ്ക്ക്, ഇത് നടത്തിയ അവതാരകൻ എന്ന നിലയ്ക്ക് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്
പറയാൻ ഒരു അവസരം പെട്ടെന്ന് കിട്ടുകയാണ്. അനിൽകുമാർ, ശരിയായോ? കേൾക്കാമോ താങ്കൾക്ക്? അനിൽകുമാർ, താങ്കളുടെ ആ ഒരു വിരാമഖണ്ഡം, താങ്കൾ ഇതൊന്ന് ചർച്ച ഒന്ന് അവസാനിപ്പിക്കും, ഈ ചർച്ച മൊത്തം. സമയമായി. അല്ല, നുണകൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. വ്യാജ ആഖ്യാനങ്ങളുടെ കാലമാണ്. ഇനിയുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചും അസംബ്ലി തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചും ഇടതുപക്ഷത്തിനെതിരായി നുണകൾ നിർമ്മിക്കാതെ വലതുപക്ഷത്തിന് അതിജീവിക്കാനാവില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നുണകൾ വന്നുകൊള്ളുന്നത് കേരളത്തിനെതിരാണ്. ഉദാഹരണമായി, കേരളം കടക്കടിയിലാണോ? അല്ല. കേരളത്തിന് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടോ? ഉണ്ട്. ഉത്തരവാദി ആരാണ്? നരേന്ദ്രമോദിയാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കേരളത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ കേന്ദ്രം തരുന്നില്ല എന്ന് മാത്രമല്ല, ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ കേരളത്തിനെതിരാണ്. ഈ സത്യം പകൽ പോലെ വെളിച്ചമായിരിക്കുന്നു. ഇത്തരമൊരു സന്ദർഭത്തിൽ നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷത്തിന് ബാധ്യതയുണ്ട്. എന്താണ് ബാധ്യത? കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണോ വേണ്ടയോ എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ അവിടെ പ്രതിപക്ഷ രാഷ്ട്രീയം അവസാനിക്കും. അത്തരമൊരു ചോദ്യം ഉണ്ടാകാതിരിക്കുന്ന തരത്തിലേക്ക് ശൂന്യപാത്രങ്ങളുടെ കലമ്പലുകൾ പോലെ ഇത്തരം കാര്യങ്ങൾ വ്യാജമായി ഉന്നയിക്കുകയും രാഷ്ട്രീയ മണ്ഡലത്തെ ഒച്ചയുണ്ടാക്കുന്ന ഇടമാക്കി മാറ്റി തീർക്കുകയുമാണ് വലതുപക്ഷ രാഷ്ട്രീയ തന്ത്രം. ഒരു കാതലായ ചോദ്യവും ചർച്ച ചെയ്യാൻ സമ്മതിക്കില്ല. കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് എന്താണ് UDFന്റെ പരിപാടി? ചർച്ചയുണ്ടോ? ഏതെങ്കിലും ചർച്ചയുടെ ബാധ്യത UDF നേതാക്കന്മാർക്കുണ്ടോ? നമ്മൾ വിജ്ഞാന കേരളത്തെക്കുറിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ നവകേരളത്തെക്കുറിച്ച് പറഞ്ഞാൽ, വിജ്ഞാന സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ കേരളത്തിലെ കെ സുധാകരൻ ഒരു മിനിറ്റ് അത് വർത്താനം പറയാൻ പറ്റുമോ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇവിടെയാണ് മന്ത്രി രാജീവ് പറയുന്നത് 1.5 ലക്ഷം കോടി രൂപയുടെ പുതിയ പദ്ധതികൾ സ്വകാര്യ മേഖലയിൽ കേരളത്തിൽ നിക്ഷേപമായിട്ട് വരാൻ പോകുന്നു. അത് കടലാസ കിടക്കുകയല്ല, 4000 കോടി രൂപയുടെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. 2000 ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ട് വ്യവസായ ഇടനാഴിക്ക് വേണ്ടി പാലക്കാട് ദേശീയപാതക്കരികിൽ നമ്മൾ സ്ഥലം കണ്ടെത്തി വെച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ വികസന കുതിപ്പ് അതാണ്. ഇതാണോ ചർച്ച ചെയ്യേണ്ടത്? ഈ രാഷ്ട്രീയമാണോ ചർച്ച ചെയ്യേണ്ടത്? വിഴിഞ്ഞം എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നല്ലേ ചർച്ച ചെയ്യേണ്ടത്? ആ നിർമ്മിക്കപ്പെട്ട വിഴിഞ്ഞത്തെ തടയാൻ അവിടെ കടലോരത്ത് സമരമുണ്ടാക്കിയവരെ കുറിച്ചല്ലേ ചർച്ച ചെയ്യേണ്ടത്? അത്തരം ചർച്ചകളല്ല. ആ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് തൊലിപ്പുറമെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തി അത് അവസാനിപ്പിക്കലാണ് വലതുപക്ഷ രാഷ്ട്രീയം. അതിന് പൈസ വാങ്ങിയോ അല്ലാതെയോ, ഉപജീവനത്തിന് വേണ്ടിയോ അല്ലാതെയോ കോല് കെട്ടി തുള്ളുന്നവരായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട്. ഇവരാരും ഇത് അവസാനിപ്പിക്കുകയില്ല. ഒരു കാര്യം ഞാൻ പറയാം. പുൽവാമയിൽ മനുഷ്യൻ മരിച്ചു വീണപ്പോൾ അതിൻ്റെ ഭാഗമായി രാജ്യമൊന്നാകെ ആ ഭീകരവാദത്തെ അപലപിക്കുന്നൊരു ഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് എക്സാലോജിക്ക് വിഷയമാണ്. ആലോചിച്ച് നോക്കണം. തിരിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയക്കാരെങ്കിലും അതുമായി ബന്ധപ്പെട്ടൊരു കമൻറ്റ് നടത്തിയാൽ, ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തിയാൽ എന്താകുമായിരുന്നു കേരളത്തിലെ അവസ്ഥ, ഇന്ത്യയിലെ അവസ്ഥ? ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് എന്തുമാകാം. ആ എന്തുമാകാമെന്നുള്ള അവരുടെ അഹങ്കാരത്തിനാണ് കേരളത്തിലെ ജനങ്ങൾ തഴുതിട്ടത്. അത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അത് 2026 വരെ ബോധ്യപ്പെടുത്താൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്ദി ജോർജ് ജോസഫ്, വസന്ത് സിറിയക്, അഡ്വക്കേറ്റ് അനിൽകുമാർ. ഈ ചർച്ചയുടെ സമയം ഇവിടെ തീരുകയാണ്. അവസാനമായി പ്രേക്ഷകരോട് പറയാനുള്ളത്, മാർട്ടിൻ്റെ ഒരു കഥയുണ്ട്, രാജകുമാരനും യാചകബാലനും എന്ന് പറഞ്ഞിട്ട്. രാജകുമാരൻ്റെ സ്ഥാനത്ത് ഒരു യാചകബാലൻ കൊട്ടാരത്തിൽ എത്തിപ്പെടുന്നതാണ് ആ കഥ. ആ നാട്ടിൽ അപ്പോഴാണ് ഒരു കൊടുങ്കാറ്റുണ്ടായി. ഒരു സ്ത്രീ ഷൂ ഊരിയപ്പോൾ കൊടുങ്കാറ്റുണ്ടായി, ഇവർ ദുർമന്ത്രവാദിനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ടുവരുന്നത്. ആ യാചകബാലൻ രാജാവിൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ആ ഷൂ ഒരിക്കൽ കൂടി ഊരു, കൊടുങ്കാറ്റുണ്ടാവുമോ എന്ന് നോക്കട്ടെ എന്ന്. അവർ ഊരുകയും കൊടുങ്കാറ്റ് ഉണ്ടാവാതിരിക്കുകയും ചെയ്തു. ആ യുക്തിബോധം, തെരുവിൽ തെണ്ടി നടക്കുന്ന ഒരു യാചകബാലൻ്റെ യുക്തിബോധം ആ രാജകൊട്ടാരത്തിലെ മഹാപണ്ഡിതർക്കുണ്ടായില്ല. ആ നാട്ടിൽ ആ മന്ത്രവാദിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന ജനങ്ങൾക്കുണ്ടായില്ല എന്നാണ് മാർട്ടിൻ നമ്മളോട് പറഞ്ഞത്. നമുക്ക് യുക്തിബോധം നഷ്ടപ്പെടാതിരിക്കട്ടെ. നമ്മളെ വ്യാജവാർത്തകൾ തേടി വരുന്ന ഒരു കാലമാണിത്. ജനങ്ങളുടെ യുക്തിബോധം പ്രവർത്തിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.